ഇനി എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ജോയിൻ ചെയ്യാണ്ടല്ലോ, 13 പേരങ്ങനെ കാണിക്കുന്നുള്ളൂ ഇപ്പം. അപ്പൊ എന്തായാലും ബാക്കി എനിക്ക് തോന്നുന്നൊരു എത്ര 4 അല്ല 2 പേര് ഞാൻ തന്നെയാണ്. അപ്പൊ ഇനി 6 പേരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്നല്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് ഡിഫൈൻ ചെയ്ത് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ ഒരു റിസൾട്ട് നോക്കാൻ പോണത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൽ ഫസ്റ്റ് റിസൾട്ടാണ് നോക്കാൻ പോണത്. ഈ റിസൾട്ടിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിസൾട്ടാണ്. അതായത് നമുക്ക് ഒരു വെക്റ്റർ സ്പേസ് വി എടുത്തു, വേറെ വെക്റ്റർ സ്പേസ് ഡബ്ല്യു എടുത്തു, എന്നിട്ട് വിൻ്റെ ഒരു ഓർഡർഡ് ബേസ് എടുക്കുക നമ്മൾ, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n. അതുപോലെ ഡബ്ല്യു എന്നുള്ള ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് വേറെ എടുക്കുക, ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ n. എന്നിട്ട് വിന്ന് ഡബ്ല്യൂയിലേക്ക് ടി ഓഫ് ആൽഫ ഐസിന് ബീറ്റ ഐസിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരൊറ്റ ടി എ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ ഈ റിസൾട്ടിൽ പറയുന്നത്. അപ്പോൾ എടുക്കുന്ന ഈ സെറ്റ് ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഓർഡേർഡ് ബേസിസ് എടുക്കുന്നത് നമ്മൾ, എന്നിട്ടാണ് റിസൾട്ട് പറയുന്നത്. ഓക്കെ. ഇല്ല, കുറച്ചുപേരും കയറാൻ പറ്റുന്നില്ല എന്നുള്ള മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പം അത് കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഈ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ? മീൻസ് ഓൺലൈൻ ജോയിൻ ചെയ്യുമ്പോൾ? ഇല്ല, പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഐശ്വര്യ മെസ്സേജ് അയക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ ഇതാ റിസൾട്ട് പറയുന്നത്. അതായത് ലെറ്റ് വി ബി എ ഫൈൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് of the field F and let alpha 1 alpha 2 etc alpha n be a basis, an ordered basis of V, and let W be a vector space of the same field F and beta 1 beta 2 etc beta n be any vectors in W, then there is precisely one linear transformation from T from V to W such that T alpha j is equal to beta j, where j varies from 1 to n. അപ്പോൾ ഈ ടി ആൽഫ ജെ ഈക്വൽ ടു ബീറ്റ ജെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒറ്റ ടി ഉണ്ടാവുള്ളൂ, അതാണ് പറയുന്നത്. അപ്പം പ്രൂഫ് നോക്കും. ഇതിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഒരു ടി എക്സിസ്റ്റ് ചെയ്യുന്നത് കാണിച്ചാൽ മതി. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കണം ഈ ടി. അതുപോലെ നമ്മൾ ടി ഡിഫൈൻ ചെയ്യും, ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് കാണിക്കണം. അതായത് പ്രിസൈസ്ലി വൺ, അതിപ്പോൾ പറയുന്നത് പ്രിസൈസ്ലി വൺ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ, അതായത് ആ ഒറ്റൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുള്ളൂ എന്ന് കാണിക്കണം. ഈ രണ്ട് കാര്യം നമുക്ക് ഈ ഗ്രൂപ്പിൽ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രൂഫ് നോക്കാം. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, we are taking an alpha in V, given an alpha in V, there exists a unique n tuple x1 x2 etc xn such that alpha is x1 alpha 1 etc plus xn alpha n. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണോ? നമ്മൾ വീൻ്റെ അകത്ത് നിന്ന് ഏത് ആൽഫ എടുത്താലും ഒരു യുണീക്ക് എൻ ട്യൂപ്പിൾ ഉണ്ടാവുക, സച്ച് ദാറ്റ് ആൽഫനെ നമുക്ക് x1 ആൽഫ 1 എക്സെട്ര പ്ലസ് xn ആൽഫ എന്ന് എഴുതാൻ പറ്റുന്ന രീതിയിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു ഇതുണ്ടാവുമോ, എൻ ട്യൂപ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ എൻ ട്യൂപ്പിൾ എന്താണ് സംഭവം? ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? അതായത് നമ്മൾ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ എന്ന ഓർഡർഡ് ബേസിസ് ആണ്. ആർ എൻ ആണോ? ഇതൊരു വെക്ടറാണ്. ആർ എന്നിലൊരു എലിമെന്റ് ആർ എൻ എന്ന് പറയാൻ പറ്റില്ല.
ഇവിടെ ഫീൽഡ് എഫ് എന്നാണ് പറയുന്നത്. ഇപ്പം 6 ഫീൽഡ് എന്ന് പറയുന്നില്ല, ജനറൽ റിസൾട്ട് ആണ് ഇവിടെ. നമ്മൾ എഫ് എടുക്കുന്നത് ഇവിടെ ജനറൽ ഫീൽഡ് എന്ന് പറയുന്നത്. റിയൽ നമ്പേഴ്സ് ആണെന്നില്ല, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്നില്ല. സർ x1 x2 എന്ന് പറയുന്നത് കോഎഫിഷ്യൻസ് അല്ലേ? ആ അപ്പോ മറ്റേത് വെക്ടേഴ്സ് ആകുമ്പോൾ അതിനൊരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ശരിക്കും എന്താണ് ഈ ഒരു നമുക്ക് കിട്ടിയ ഈ ഒരു എൻട്യൂപ്പിൾ എന്താ സാധനം? സ്കേലേഴ്സ് ആണ്. അതായത് ഓരോ എക്സൈസും ആറിലെ എലിമെന്റ്സ് ആണ്. അത് സംഭവിച്ചു. ഓരോ എക്സൈസും ബിലോങ്സ് ടു എഫ് ഫീൽഡിലുള്ള എലിമെന്റ്സ് ആണ്. ശരിയാണ്. ഇത് നമ്മൾ പേര് കൊടുക്കുന്നത് കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ക്ലാസ് കേൾക്കണം. കോർഡിനേറ്റ്സിലല്ലേ സർ? അതെ, അത് ആൽഫേന്റെ കോർഡിനേറ്റ് വെക്ടർ ആണ് അല്ലേ? അത് ആൽഫ നിങ്ങൾ ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൽഫയെ നമുക്ക് ഒരു യുണീക്ക് റെപ്രസെന്റേഷൻ ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യുണീക്ക് ആണെന്ന്. അപ്പം ഇത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഏത് ആൽഫ നിങ്ങൾ വീണെടുക്കുകയാണെങ്കിലും ഒരു യുണീക്ക് എൻട്യൂപ്പിൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഒരു കോർഡിനേറ്റ് വെക്ടർ കിട്ടും. സച്ച് ദാറ്റ് ആൽഫയെ നമുക്ക് x1 ആൽഫ എക്സെട്ര പ്ലസ് xn ആൽഫ എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ആൽഫയ്ക്ക് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ടി ഓഫ് ആൽഫ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് x1 β1 എക്സെട്ര പ്ലസ് റൈറ്റ്. ആൽഫ എന്തായിരുന്നു? ആൽഫ പറഞ്ഞാൽ x1 ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് xn ആൽഫ എന്നായിരുന്നു നമ്മൾ ആൽഫ ഡിഫൈൻ ചെയ്തത്, ആൽഫ എടുത്തത് അല്ലേ? സോ യുണീക്ക് ആയിട്ടുള്ള x1 എക്സെട്ര xn ഉണ്ടാവും, ഫോർ വിച്ച് ആൽഫ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് ഇൻ ദിസ് ഫോം. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഡിഫൈൻ ചെയ്തത് ടി ആൽഫ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് x1 β1, ഈ x1 സെയിം ആണ്. ഓക്കെ, x1 β1 എക്സെട്ര പ്ലസ് xn βn ഓർ സമേഷൻ i ഈക്വൽ 1 to n xi βi നമ്മൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നമുക്ക് ശരിക്കും കാണിക്കേണ്ടത് എന്താ പറയുക? ഇവിടെ നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരൊറ്റ ടി എ ഉണ്ടാവുള്ളൂ, ഒരു ലീനിയർ ട്രാൻസ്മിഷൻ ടി എ ഉണ്ടാവുള്ളൂ എന്നാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു ടി ആൽഫ. നമ്മൾ ഈ ആൽഫ എങ്ങനെ എടുക്കുകയാണ്? നമ്മൾ ടി ആൽഫ നമ്മൾ ഡിഫൈൻ ചെയ്തു x1 β1 എക്സെട്ര പ്ലസ് xn βn ഡിഫൈൻ ചെയ്യാണ്. അപ്പം ഇവിടെ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ T is a well-defined rule for associating with each vector alpha in V, a vector T alpha in W. And from definition we get T alpha is equal to, നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചൂസ് ചെയ്യാം. T alpha is equal to beta j ചൂസ് ചെയ്യാണ്. Means we are trying to define how to define T alpha for a general alpha. ഒരു ജനറൽ ആൽഫ എങ്ങനെ T alpha ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ എടുക്കുകയാണ്. അതായത് T alpha നമ്മൾ എടുക്കുന്നത് x1 β1 എക്സെട്ര പ്ലസ് xn βn നമ്മൾ ഡിഫൈൻ ചെയ്യാണ്, ഒരു ഫംഗ്ഷൻ T ഡിഫൈൻ ചെയ്യാണ്. അപ്പം അത് വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണോ? ഇവിടെ പറയുന്നുണ്ട് ഇറ്റ്സ് എ വെൽ ഡിഫൈൻഡ് റൂൾ ഫോർ അസോസിയേറ്റിംഗ് വിത്ത് ഈച്ച് വെക്ടർ ആൽഫ ഇൻ V. അത് വെൽ ഡിഫൈൻഡ് ആണോ? നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ. ഈ പ്രൂഫിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, നമ്മൾ ഈ രീതിയിലാണ് ടി എടുക്കേണ്ടത് നമ്മൾ പറയുകയാണ്. അതായത് നമ്മൾ ടി ആൽഫ ജെ ഇക്വൽ ടു ബീറ്റ ജെ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക, നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ഈ ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് നമ്മൾ കാണിക്കും, അതുപോലെ ഈ ടി യുണീക്ക് ആണെന്ന് കാണിക്കും. അതാണ് നമ്മൾ ചെയ്യുന്നത് ഈ പ്രൂഫിൽ, അത്രേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ ടി ഓഫ് ആൽഫ 1 ബീറ്റ 1ലേക്കാണ് മാപ്പ് ചെയ്യുന്നത്, ടി ഓഫ് ആൽഫ 2 നമ്മൾ മാപ്പ് ചെയ്യുന്നത് ബീറ്റ 2ലേക്കാണ്. ആ രീതിയിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ടി ഓഫ് ജനറൽ ആൽഫ ഇങ്ങനെ ഡിഫൈൻ ചെയ്താൽ ശരിക്കും നമ്മൾ ഇതന്നെ എടുക്കുന്നത്. അപ്പം ഇപ്പോൾ ടൈം ബീങ് നമുക്ക് ടി ലീനിയർ ആണെന്ന് അറിയില്ല. അപ്പൊ ടി ലീനിയർ ആണെന്ന് നമുക്ക് എന്താ അറിയാം? ടി ഓഫ് ആൽഫ എന്തായിരിക്കും? x1 ഇൻറ്റു ടി ഓഫ് ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് xn ഇൻറ്റു ടി ഓഫ് ആൽഫ എന്ന വരിക അല്ലേ? അപ്പൊ ഇവിടെ എന്റെ ചോദ്യം ഇതാണ്, ഇങ്ങനെ നമ്മൾ ടി ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഒരു ആൽഫ നമ്മൾ ജനറൽ വെക്ടർ എടുത്തു, ടി ആൽഫ നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാണ്. ഈ ബീറ്റ 1 എക്സെട്ര ബീറ്റ n എന്നാൽ ഡബ്ല്യൂയിലെ വെക്ടേഴ്സ് ആണ് നമുക്കറിയാം. ഇനി ചോദ്യം ഇതാണ്, ഇത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണോ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത ടി എന്നാണ് ചോദ്യം. വെൽ ഡിഫൈൻഡ് ആണോ? ഇസ് ടി വെൽ ഡിഫൈൻഡ്? ടി വെൽ ഡിഫൈൻഡ് ആണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റും. ടി വെൽ ഡിഫൈൻഡ് ആണോ? നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നതിൽ തെറ്റുണ്ടോ? അതായത്
എന്താണ് ഈ വെൽ ഡിഫൈൻഡ് എന്ന് എന്താ പറയാ? നമ്മള് ഫംഗ്ഷൻ എപ്പോഴാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയാം? എപ്പോഴും നിങ്ങൾ ഒരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ ഞാൻ 2 ഫംഗ്ഷൻ തരാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ in the interval ഇത് r cross r ഇത് x ആക്സിസും y ആക്സിസും എടുക്കാം. y equal to f of x. ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ f of x ഇതാണ്. ഈ ഒരു ഇന്റർവെല്ലാണ് അതിന്റെ ഡൊമൈൻ. ഓക്കെ, ഡിഫൈൻ ചെയ്യുന്നത് ഈ സെറ്റ് ഇന്റർവെൽ. അപ്പം ഇതൊരു ഫംഗ്ഷൻ. ഞാൻ വേറൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. സെയിം ഇന്റർവെല്ലിൽ വേറെ ഒരു ഇത് ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ഇനി നിങ്ങൾ പറയും ഇതിൽ ഏതാ ഫംഗ്ഷന്റെ ഗ്രാഫ്? എഫ് ഫ്രം സേ എ ടു ആർ എടുത്തോളൂ. എഫ് ഇവിടെ എടുത്തിരുന്ന എഫ് ഞാൻ ഡിഫൈൻ ചെയ്യുന്ന എ എന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇതിൽ ഏതാ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്? ഈ 2 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യും, ഒന്ന് ഫംഗ്ഷൻ അല്ല. ഫസ്റ്റ് വൺ അല്ലേ? ഫസ്റ്റ് വൺ എന്ത് ഫംഗ്ഷൻ ആണോന്നാണോ അല്ലാന്നാണോ? ഫസ്റ്റ് വൺ ഫംഗ്ഷന്റെ ഏതൊരു ഫംഗ്ഷന്റെ ഗ്രാഫ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ സെക്കൻഡ് വൺ എന്തുകൊണ്ടാണ് അല്ലാത്തത്? കറക്റ്റ്ലി ഡിഫൈൻഡ് അല്ല. അത് ഇപ്പോ ഈ ഒരു വാല്യൂ ആണെങ്കിൽ അതിൽ ഇതിലേക്ക് അതായത് നമ്മളിപ്പോ ഒരു എലിമെന്റ് ഇവിടെ എടുക്കാന്ന് വിചാരിക്കാം, ഒരു എക്സ്. ഇതിന്റെ ഇമേജ് നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? ഇവിടെ ഒരു എലിമെന്റ് ഉണ്ട്, ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും അല്ലേ? അപ്പൊ നിങ്ങൾ എപ്പോഴൊരു ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് എന്ന് പറയാ? ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് എന്ന് പറയണമെങ്കിൽ ഇമേജ് ഒരു വാല്യൂ ഒരു കറക്റ്റ് എക്സാക്ട്ലി അതെ, ഈ തന്ന ഒരു ഇൻപുട്ടിന് എക്സാക്ട്ലി ഒരു ഔട്ട്പുട്ടേ വരാൻ പാടുള്ളൂ. അപ്പൊ നിങ്ങളിപ്പോ ഒരു എക്സും വൈ എടുത്തു, ഇതിൽ കുറെ എൻറ്റിറ്റീസ് ഉണ്ട്, ഇതിലും കുറെ എൻറ്റിറ്റീസ് ഉണ്ട്, എലിമെന്റ്സ് ഉണ്ട്. ഒരിക്കലും ഒരു എലിമെന്റ് നമുക്ക് 2 ഇതിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അങ്ങനത്തെ മാപ്പ് ചെയ്താൽ ഫംഗ്ഷൻ ആവില്ല. ഇതുണ്ട്, ഇങ്ങനെ വരാം. അതായത് ഇതും ഒരു എലിമെന്റിലേക്ക് പോവാം, വേറെ എലിമെന്റിന്റെ ഇമേജും സെയിം എലിമെന്റിലേക്ക് പോവാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ ഒക്കെ എടുക്കുമ്പോൾ, R² എടുക്കുമ്പോൾ എഫ് ഓഫ് -1 ഉം 1 ആണ്, എഫ് ഓഫ് 1 ഉം 1 ആണ്. എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ. പക്ഷെ ഈ ഒരു കേസ് ഒരിക്കലും വരില്ല അല്ലെ? അപ്പൊ അത് വെൽ ഡിഫൈൻഡ് ആവില്ല. അതല്ലേ? അപ്പൊ ഒരു ഇൻപുട്ട് എടുത്തതിന് കറസ്പോണ്ടിങ് ഒരു ഒറ്റ ഔട്ട്പുട്ട് തന്നെ പാടുള്ളൂ. ഇതല്ലേ? അപ്പൊ ഇവിടെ അത് സംഭവിക്കുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആൽഫ എങ്ങനെ എടുത്തിട്ട് നിങ്ങൾക്ക് ടി ആൽഫ വേറെ വാല്യൂസ് കിട്ടുമോ എന്നാണ് ചോദ്യം. ഇപ്പൊ ആൽഫ ഒന്ന് എടുത്തു, ഓക്കെ, ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടി ആൽഫയ്ക്ക് 2 ഔട്ട്പുട്ട് ഉണ്ടാവുമോ? ഇല്ല. കാരണം നിങ്ങൾ ഇത്രയും ഇത് ഫിക്സ്ഡ് ആണ് അല്ലെ? ഈ സംഭവങ്ങൾ ഫിക്സ്ഡ് ആണ്. ഇത് നിങ്ങൾക്കറിയാം, ആൽഫ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആൽഫ 1 ആൽഫ 2 സെക്ടർ ആൽഫ ഇൻ ഓർഡർ ബേസ് സൈനെ കൊണ്ട് ഇത് യുണീക്ക് ആണ്, ഇത് ചേഞ്ച് ചെയ്യില്ല. അതായത് അതുകൊണ്ട് നമ്മൾ ഈ കോർഡിനേറ്റ് വെക്ടറിന്റെ പ്രത്യേകത അത് യുണീക്ക് ആണ്. കാരണം ഒരു ബേസിസ് നമ്മൾ ഫിക്സ് ചെയ്ത് ഓർഡർ ബേസ് ഫിക്സ് ചെയ്യുന്നത് യുണീക്ക് ആണ്. പിന്നെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ടി ഓഫ് ആൽഫ എന്ന് പറയുന്നില്ല, ആ നമ്പർ ഫിക്സ്ഡ് ആണ്. ഈ നമ്പർ നിങ്ങൾക്ക് ഇവിടുന്ന് എന്താണെന്ന് അറിയാം, അത് ഇൻറ്റു ഈ β1 β9 ഒക്കെ ഫിക്സ്ഡ് ആണ്. അപ്പൊ ഈ ടി ആൽഫ ഒരിക്കലും വേറൊരു വാല്യൂ ആവില്ല അല്ലെ? നിങ്ങൾ നോക്കൂ, ഞാൻ സിമ്പിൾ ആയിട്ട് കേസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് R3 over R എടുക്കുമ്പോൾ 134 എന്ന വെക്ടർ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്ത് 1 ഇൻറ്റു ഇത് ഒരു ഓർഡർ ബേസ് എടുക്കുകയാണ്, പ്ലസ് 3 ഇൻറ്റു 010 പ്ലസ് 4 ഇൻറ്റു 001 അല്ലേ? അപ്പൊ ഇത് ശരിക്കും അവിടുത്തെ x1 ഇൻറ്റു ആൽഫ 1 പ്ലസ് x2 ഇൻറ്റു ആൽഫ 2 എക്സെട്ര പ്ലസ് xn ഇൻറ്റു ആൽഫ 3 ആണ് ഇവിടെ x3 ഇൻറ്റു ആൽഫ, അപ്പൊ n3 ആണ് ഇവിടെ. ഇപ്പൊ ഞാൻ വേറെ ഇതിപ്പോ v എടുത്തു, ഓക്കെ,
ഞാൻ വേറെ വെക്ടർ സ്പേസ് എടുക്കുകയാണ്. സേ R4/R എടുത്തിട്ട് ഞാൻ 3 വെക്ടേഴ്സ് എടുക്കും. അവിടെയും പറയുന്നത് ഇതിപ്പോൾ നമ്മൾ α1 ആ തിയറം വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് നമ്മൾ α1, α2, α3. ഇനി അവർ പറയുന്നത് വെച്ചാൽ വേറെ നിങ്ങൾ β1, β2, β3 എടുക്കൂ. എവിടെ നിന്ന് എടുക്കൂ? യു ടേക്ക് ഫ്രം W എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു 3 വെക്ടേഴ്സ് എടുക്കാം. നമുക്ക് 1 1 1 1 എടുക്കാം, 1 1 1 0 എടുക്കാം, 1 1 0 0 എടുക്കാം. അപ്പോൾ ഇത് ഞാൻ β1, ഇത് ഞാൻ β2, ഇത് ഞാൻ β3 എന്ന് എടുത്ത് വിചാരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വെക്ടർ ആൽഫ നമ്മൾ ചൂസ് ചെയ്യണം. നമ്മൾ തിയറത്തിൽ ഈ ഒരു പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആൽഫ ചൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആൽഫ ചൂസ് ചെയ്ത് ഇതാണ് എൻ്റെ ആൽഫ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ആൽഫ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. x1 α1 എക്സെട്ര പ്ലസ് x3 α3 എഴുതാൻ പറ്റും. ഇനി ഞാൻ ഡിഫൈൻ ചെയ്യാണ് ടി ഓഫ് ആൽഫ. ടി ഓഫ് ആൽഫ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ x1 അതായത് 1 ഇൻറ്റു ഈ v1 1 1 1 1 പ്ലസ് ഇത് അടുത്ത ഇവിടെ x2 എന്താണ്? x2 ഫിക്സ്ഡ് ആണ്, 3 തന്നെ എടുക്കണം നിങ്ങൾ. 3 ഇൻറ്റു 1 1 1 0 ഇത് β2, ഇത് β1 β2. ഇനി x3 എന്തെടുക്കണം? 4 നിർബന്ധമായിട്ട് എടുക്കണം, ഇൻറ്റു ഈ തേർഡ് വെക്ടർ 1 1 0 0. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതെന്താ കിട്ടുന്നത്? 1 + 3 + 4 എത്രയാ? 8. 1 + 3 + 4 8. 1 + 3 4 and 1 ഈ വെക്ടർ കിട്ടും അല്ലേ? ടി ഓഫ് ആൽഫ നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? ഇതിന്റെ 2 ഔട്ട്പുട്ട് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ടി ഓഫ് 1 3 4 ഒറ്റ എലിമെന്റേ കിട്ടുള്ളൂ ഇതിനകത്ത്. നമുക്ക് ഈ എലിമെന്റേ കിട്ടുള്ളൂ, കാരണം ഇത് ഫിക്സ്ഡ് ആണ്, ഇതെല്ലാം ഫിക്സ്ഡ് ആണ്, നിർബന്ധമായിട്ട് ഫിക്സ്ഡ് ആണ്. കാരണം ഇവിടെ നമ്മൾ അതേ എക്സൈസാണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ടി ആൽഫനെ, ഈ എക്സൈസ് ഫിക്സ്ഡ് ആണ്, ഈ ബീറ്റൈസും ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? വിൽ ഗെറ്റ് യുണീക്ക് ഔട്ട്പുട്ട് അല്ലേ? ഒറ്റ ഇമേജേ കിട്ടുള്ളൂ, സെയിം ഇമേജ് അല്ല, 2 ഇമേജ് ഒന്നും വരില്ല, 2 വാല്യൂസ് വരില്ല ടി ഓഫ് ആൽഫയ്ക്ക്. ഇത് ടി ആൽഫയാണ് നമ്മൾ എഴുതിയത്, ഈ എഴുതിയിരിക്കുന്ന സാധനം ടി ആൽഫയാണ്, ഒറ്റ ഇമേജേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ റൂൾ ആണ്, അസോസിയേറ്റിംഗ് വെക്ടർ ആൽഫ ഇൻ വി വിത്ത് വെക്ടർ ടി ആൽഫ ഇൻ ഡബ്ല്യു. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. ഓക്കെ, ടി ആൽഫ നമ്മളിങ്ങനെ ചൂസ് ചെയ്യാൻ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശരിക്കും ടി ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ബീറ്റ ജെ എന്നാണ് വരിക. അപ്പം ദിസ് β1 is actually t of α1 etc. βn is actually t of alpha എന്നാണ് വരിക. ഇങ്ങനെ ഡിഫൈൻ ചെയ്താലോ. ഇനി നമ്മൾ നമ്മൾ ചൂസ് ചെയ്ത ടി ആണ്, വി ആർ ചൂസിങ് എ ടി ഇൻ ദിസ് മാനർ. ഇങ്ങനെ ചൂസ് ചെയ്താൽ നമുക്കത് ലീനിയർ ആകും കൂടി വേണമല്ലോ, ആ ഒരു കണ്ടീഷൻ കൂടി വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇതിൽ ചൂസ് ചെയ്യുന്നത്, ടി ആൽഫ ജെ ഈക്വൽ ടു ബീറ്റ ജെ എന്ന് ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ടി ലീനിയർ ആണെന്ന് കാണിക്കണം. ആ ടി ലീനിയർ ആണെന്ന് കാണിക്കാൻ സിമ്പിൾ ആണ്, ഡയറക്റ്റ് നമ്മൾ റിസൾട്ട് നമുക്ക് അറിയാം എന്താ ചെയ്യേണ്ടത്. ടു സീ ദാറ്റ് ടി ഈസ് ലീനിയർ, ലെറ്റ് ബി ബി എ വെക്ടർ വിച്ച് ഈസ് ഗിവൺ ബൈ y1 α1 etc. plus yn α1 in v and c b any scalar. നമ്മൾ ജസ്റ്റ് ഒരു ആൽഫ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട് വിയിലുള്ള, നമ്മളൊരു ബീറ്റ കൂടി എടുക്കുകയാണ് വിയിലുള്ള, ഒരു സി നമ്മൾ ഫീൽഡിൽ നിന്ന് എടുക്കുകയാണ്. ഇത് നമുക്ക് എന്താ കാണിക്കേണ്ടത്? നമുക്ക് ശരിക്കും കാണിക്കാൻ എത്രയേ ഉള്ളൂ, ടി ഓഫ് ലീനിയർ ആണെന്ന് കാണിക്കാൻ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് നമ്മൾ ശരിക്കും കാണിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മളിനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യം ജസ്റ്റ് സി ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുകയാണ്. അപ്പം സി ആൽഫ പ്ലസ് ബീറ്റ എന്ത് കിട്ടും നമുക്ക്? കാരണം നിങ്ങൾക്ക് ആൽഫ നിങ്ങൾക്കറിയാം ഓൾറെഡി ഈസ് ഗിവൺ, ആൽഫ ഈസ് ഗിവൺ ആസ് സി, സോറി നോട്ട് സി, x1 α1 എക്സെട്ര പ്ലസ് xn ആൽഫയും തന്നിട്ടുണ്ട്. അപ്പോൾ സി ആൽഫ എന്ന് പറയുമ്പോൾ അത് സി x1 α1 എക്സെട്ര പ്ലസ് സി xn ആൽഫൻ ആവും. ഇനി നിങ്ങൾക്ക് ബീറ്റ തന്നിട്ടുണ്ട് അവിടെ, ഇത് രണ്ടും കൂടി സി ആൽഫ പ്ലസ് ബീറ്റ എന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സി x1 α1 പ്ലസ് y1 α1 കിട്ടും. അതായത് നമ്മൾ സി ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കുകയാണെങ്കിൽ സി x1 α1 plus etc. plus c xn alpha n plus
y1 alpha 1 etc. പ്ലസ് yn alpha n. ഇത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ y1ന്റെ ടേംസ് ക്ലബ് ചെയ്യാണ്. y1 ടേം എവിടെയൊക്കെ വരുന്നുണ്ട്? y1 ടേം ഇതാ ഇവിടെ വരുന്നുണ്ട്. സോറി ആൽഫ 1 ടേംസ് ഒക്കെ ക്ലബ് ചെയ്യാണ്. ഇവിടെ വരുന്നുണ്ട് ആൽഫ 1 ടേം. അപ്പോൾ ഇതൊക്കെ സ്കെയിലേഴ്സ് ആണ്. cx1 y1 സ്കെയിലർ ആണ്. അത് ക്ലബ് ചെയ്യുമ്പോൾ ആൽഫ 1 എടുത്താൽ നമുക്ക് കോമൺ എടുത്താൽ cx1 പ്ലസ് y1 ഇൻറ്റു ആൽഫ 1 വരും. അതുപോലെ ഓരോ കേസ് ആൽഫ 2ന്റെ എലിമെന്റ്സ് ക്ലബ് ചെയ്യും, കോഎഫിഷ്യൻസ് ക്ലബ് ചെയ്യും. അതുപോലെ ലാസ്റ്റ് ആൽഫ എന്നിന്റെ ക്ലബ് ചെയ്യുമ്പോൾ ഇതും വരും. അപ്പോൾ നമുക്ക് cxn പ്ലസ് yn ടൈംസ് ആൽഫ എന്ന് വരും. അപ്പോൾ നമുക്ക് c ആൽഫ പ്ലസ് ബീറ്റ പറഞ്ഞാൽ ഈ ഒരു വെക്ടർ കിട്ടും. ഇനി നമ്മൾ ശരിക്കും നമ്മൾ കാണുന്നത് ലീനിയർ എന്ന് കാണിക്കാൻ വേണ്ടി ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ കണ്ടുപിടിക്കും. അപ്പോൾ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ പറഞ്ഞാൽ എന്താ ശരിക്കും? ടി ഓഫ് ദിസ് വെക്ടർ, ഈ വെക്ടർ, അതായത് ഈ മോളിൽ എഴുതിയിരിക്കുന്ന ഈ വെക്ടർ, ടി ഓഫ് ദിസ് വെക്ടർ. അതെന്താ വരിക? അപ്പൊ നിങ്ങൾ എഴുതുമ്പം ടി ഓഫ് ദിസ് വെക്ടർ, അതായത് cx1 പ്ലസ് y1 ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് cxn പ്ലസ് yn ആൽഫ എന്ന് വരും. ടി ഓഫ് ദിസ് ഫുൾ തിങ്. ഇത് നമ്മൾ ഇന്നലെ ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി പ്രിസർവ്സ് ലീനിയർ കോമ്പിനേഷൻ റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടി അല്ല, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? കാരണം ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കാണിച്ചില്ലല്ലോ അവിടെ. ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചാൽ നമുക്ക് പ്രിസർവ്സ് യൂസ് ചെയ്യാം. അപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത് നമ്മൾ? അല്ലേ, നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്ന ടി ലീനിയർ ആണല്ലേ? അത് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഈ പ്രിസർവ്സ് ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്താ അവിടെ കാണിക്കാൻ പറ്റുക? അപ്പൊ ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ നമുക്ക് കാണണം. എങ്ങനെ കിട്ടുക? നമ്മൾ ഫസ്റ്റ് എടുത്ത കണ്ടീഷൻ ടി ആൽഫ ഈക്വൽ ടു നമ്മൾ ടി ആൽഫ ഡിഫൈൻ ചെയ്തിട്ടില്ലേ? x1 ബീറ്റ 1 എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അതെ, നമ്മൾ കോഎഫിഷ്യന്റ് പാർട്ട്. അതെ അല്ലേ? ഇത് നമ്മൾ ഡിഫൈൻ ആൽഫക്ക് പകരം ചെയ്തില്ല. സി നമ്മൾ ടി ആൽഫ. ആൽഫ ഡിഫൈൻ ചെയ്യേണ്ടത്. അതെ, ഇവിടെ x1 എന്ന് പറഞ്ഞാൽ അവിടെ cx1 പ്ലസ് y1 എന്ന ടേംസ് വരും. അതെ. ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? അപ്പൊ നമുക്ക് ആ ഡെഫിനിഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത്, നമ്മൾ ഒരു ടി ഡിഫൈൻ ചെയ്ത് അത് വെച്ച് നമുക്ക് അതിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു ടി ആൽഫ 1 എക്സെട്ര പ്ലസ് cxn കോഎഫിഷ്യന്റ് ഇൻറ്റു ടി ആൽഫ എന്ന് കിട്ടും. അതായത് അതിൽ നമുക്ക് എന്ത് ചെയ്താം? c1x1 y1 ബീറ്റ 1 എക്സെട്ര പ്ലസ് cxn പ്ലസ് yn ബീറ്റ എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമുക്ക് ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ കിട്ടുക. ഇനി നമുക്ക് കാണിക്കേണ്ടത് വെച്ചാൽ ഈ കിട്ടിയ സാധനം ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കാണിച്ചാൽ നമുക്ക് ടി ലീനിയർ ആണെന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ ടി ആൽഫ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ പ്രൂഫിൽ ഫസ്റ്റ് കണ്ടുവച്ചത് ടി ആൽഫ ആയിരുന്നു. ഈ കണ്ടുവച്ച ഭാഗം ടി ആൽഫ ആണ്. സമ്മേഷൻ നൊട്ടേഷനിൽ എങ്ങനെ എഴുതാം? സമ്മേഷൻ i = 1 to xi ബീറ്റ i എന്ന് എഴുതാൻ പറ്റും. അപ്പം അതാണിത്. ടി ആൽഫ ഞാൻ അത് വെച്ച് റീപ്ലേസ് ചെയ്തു. സി ഇൻറ്റു ടി ആൽഫ, അപ്പൊ സി ടൈംസ് ഈ ടി ആൽഫ പ്ലസ് ടി ബീറ്റ. ടി ബീറ്റ അതുപോലെ നമ്മൾ ഓക്കെ, ബീറ്റ ഈസ് y1 y2 എക്സെട്ര yn അല്ലേ? അങ്ങനെ നമ്മൾ ബീറ്റ എടുത്തിരുന്നു. ഇവിടെ ഞാൻ മായ്ച്ചു തോന്നുന്നു അല്ലേ? ബീറ്റ വാസ് ടേക്കൺ ആസ് y1 y2 എക്സെട്ര yn. മായ്ച്ചില്ല, ഇതുണ്ട്. സോറി, beta is taken as y1 y2 etc. sorry y1 alpha 1 etc. plus yn alpha. അപ്പോൾ നമ്മൾ ടി നമ്മൾ ഡിഫൈൻ ചെയ്ത ടി വെച്ചിട്ട് ടി ബീറ്റ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, y1 എന്താ വരിക? ടി ഓഫ് ആൽഫ 1, അതായത് ബീറ്റ 1 പ്ലസ് എക്സെട്ര പ്ലസ് yn ബീറ്റ എന്ന വരിക. ഓർ സമ്മേഷൻ i = 1 to n yi ബീറ്റ i. അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കിട്ടിയത് സമ്മേഷൻ i = 1 to n yi ബീറ്റ i. നമ്മൾ അങ്ങനെ ടി ഡിഫൈൻ ചെയ്തു. ദാറ്റ് മീൻസ് ഇത് നമുക്ക് ജസ്റ്റ് ക്ലബ് ചെയ്യാം. രണ്ട് സമ്മേഷനും 1 to n ആണ്. അപ്പം ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്ത് ക്ലബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് കിട്ടും. സി നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഇതിനകത്തേക്ക്. അപ്പോൾ cxi ഇവിടെ വരും. എന്നിട്ട് നമുക്ക് cxi പ്ലസ് yi ഇൻറ്റു ബി ഐ എന്ന് എഴുതാം. ഇതൊരു സ്കെയിലറാണ്. ആ സ്കെയിലറാണ് ഇത്. ഈ സ്റ്റെപ്പിലേക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഇങ്ങനെ വരുന്നത് ഇല്ലല്ലോ അല്ലേ? ഡയറക്റ്റ് ഇല്ല സർ, മനസ്സിലായി.
അപ്പൊ എന്താ പറയുക വെച്ചാൽ ടി ആൽഫ, അപ്പൊ നമുക്ക് കിട്ടുക സി ടി ആൽഫ പ്ലസ് ടി ബീറ്റ പറഞ്ഞാല് സമ്മേഷൻ ഐ ഈക്വൽ 1 to n സി എക്സ് ഐ പ്ലസ് വൈ ഐ ബീറ്റ എന്ന് കിട്ടി. തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ചതും അത് തന്നെയാണ്. നമ്മൾ കാണിച്ചു ഇതാ ഈ എഴുതിയിരിക്കുന്ന സാധനം ശരിക്കും എന്താ, ഇത് വേറെ ഒന്നല്ല, സമ്മേഷൻ ഐ ഈക്വൽ 1 to n, സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ സി എക്സ് ഐ പ്ലസ് വൈ ഐ ഇൻറ്റു ബീറ്റ എന്നതിനെയാണ് സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതി കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, രണ്ട് സാധനം ഈക്വൽ എന്ന് കിട്ടി. ടി ഓഫ് സി ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്ന് കിട്ടി. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് കിട്ടി. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ ശരിക്കും ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ ടി ആൽഫ ഈക്വൽ ടു ബീറ്റ ഐ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ടി എ ഉണ്ടാവുള്ളൂ എന്നാണ് കാണിക്കുന്നത്. ഒരു യുണീക്ക് ആയിട്ടൊരു ടി എ ഉണ്ടാവുള്ളൂ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആദ്യം ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കേണ്ടിയിരുന്നു. നമ്മൾ ആദ്യം ഫംഗ്ഷൻ മാത്രം ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ടി നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ടി എന്നൊരു ഫംഗ്ഷൻ, ഒരു വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ആ ടി നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് കാണിച്ചു. എന്നിട്ട് നമ്മൾ ഇനി കാണിക്കേണ്ടത് യുണീക്ക് ആണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്നത് വെച്ചാൽ യു ഒരു സപ്പോസ് അസ്യൂം ദാറ്റ് യു വേറെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഫ്രം ബി ടു ഡബ്ല്യു ഫോർ വിച്ച് യു ആൽഫ ജെ പറഞ്ഞാൽ ബീറ്റ ജെ തന്നെയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ടി എന്താ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ടി ഓഫ് ആൽഫ ജെ ബീറ്റ ജെ ആണെന്നാണ് നമ്മളെ അസംഷൻ അല്ലെ. അങ്ങനത്തെ ഒരു ടി, അങ്ങനത്തെ ഒരു യുണീക്ക് ടി ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുക സപ്പോസ് വേറൊരു ടി ഉണ്ട്, സോ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, സേ യു. ആ യുനും യു ഓഫ് ആൽഫ ജെ എന്ന് പറഞ്ഞാൽ ബീറ്റ ജെ തന്നെയാണ്, ജെ ഈക്വൽ 1 to n എന്ന്. ഇനി നമുക്ക് കാണിക്കേണ്ട ആ യുവും ടി ഒക്കെ ഒന്ന് തന്നെയാണെന്ന് കാണിക്കണം. അത്രേ ഉള്ളൂ. അത് കാണിച്ചാൽ നമുക്ക് പ്രൂഫായി. ഓക്കെ, നമ്മൾ ടീന്റെ പ്രത്യേകിച്ച് ടി ഇസ് സച്ച് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫോർ വിച്ച് ടി ഓഫ് ഐ ആൽഫ ഐ ഈസ് ഈക്വൽ ടു ബീറ്റ ഐ ഫോർ ഓൾ ഐ ഈക്വൽ ടു 1 to എക്സെട്ര n. ഇത് നമ്മൾ അസ്യൂം ചെയ്ത് സപ്പോസ് വേറൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, സേ യു. ആ യുവിന്റെ പ്രത്യേകത വെച്ചാൽ യുവിനും യു ഓഫ് ആൽഫ ഐ പറഞ്ഞ ബീറ്റ, അല്ലെങ്കിൽ ജെയോ ഐയോ ഏതാണ് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ജെ യൂസ് ചെയ്യാം. ആ യുവിന്റെ പ്രത്യേകത വെച്ചാൽ യു ഓഫ് ആൽഫ ജെ പറഞ്ഞാൽ ബീറ്റ ജെ ആണ് ഫോർ ഓൾ ജെ ഈക്വൽ 1 to n. അങ്ങനെയാണ് നമുക്ക് യുവും ടിയും ഒരേ റൂളാണ് അല്ലെങ്കിൽ ഒരേ ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. നമ്മൾ ഇത്ര ചെയ്താൽ മതി. അപ്പൊ നമ്മളിവിടെ ആൽഫ എടുത്തു, ആൽഫ സമ്മേഷൻ ഐ ഈക്വൽ 1 to n എക്സ് ഐ ആൽഫ. ഇത് യുണീക്ക് റെപ്രസെന്റേഷൻ ആണ്, അത് മാറില്ല അല്ലെ. ഏതൊരു ആൽഫ നിങ്ങൾ ഈ വെക്ടർ സ്പേസിന് എടുത്താലും അതിന്റെ കോർഡിനേറ്റ് വെക്ടർ കിട്ടുന്ന റെപ്രസെന്റേഷൻ അല്ലേ ഇത് അല്ലേ. ഇത് യുണീക്ക് ആണ്, ഈ എക്സ് ഐസ് എല്ലാം യുണീക്ക് ആണ്. ആൽഫ ഐസിന് പെർഫെക്റ്റ് ഓർഡറിംഗ് ഉണ്ട്, കാരണം ആൽഫ ഐസിന്റെ സെറ്റ് ഒരു ഓർഡേർഡ് ബേസിസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇനി യു ഓഫ് ആൽഫ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ഇവിടെ if u is a linear transformation from v to w എന്ന് പറഞ്ഞാൽ യു എടുക്കുന്ന നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് തന്നെ എടുക്കുന്നത് കേട്ടോ, അത് മനസ്സിലാക്കി. ഇനി യു ഓഫ് ആൽഫ എന്താ വരിക, യു ഓഫ് ആൽഫ പറഞ്ഞാൽ യു ഓഫ് ദിസ് പാർട്ട്, കാരണം ആൽഫ നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം. സമ്മേഷൻ ഐ ഈക്വൽ 1 to n എക്സ് ഐ ആൽഫ എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് കിട്ടുന്നത്, അത് കിട്ടാൻ കാരണം യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ടാണ്. യു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് അത് എന്ത് പ്രിസർവ് ചെയ്യും, അത് ലിയർ കോമ്പിനേഷൻസ് പ്രിസർവ് ചെയ്യും അല്ലെ. നമ്മൾ ഇന്നലെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ടി ഓഫ് എക്സ് വൺ ആൽഫ വൺ എക്സെട്ര പ്ലസ് എക്സ് എൻ ആൽഫ എന്ന് പറഞ്ഞാൽ അത് എക്സ് വൺ ഇൻറ്റു ടി ആൽഫ വൺ എക്സെട്ര പ്ലസ് എക്സ് എൻ ഇൻറ്റു ടി ആൽഫ എന്നായിരിക്കുന്നത്. ടി നമുക്ക് ആൽഫിന്റെ അകത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇതേ ലീനിയർ കണ്ടീഷൻ പോലെ തന്നെ. അപ്പൊ ഇതെന്താ കിട്ടുക, സമ്മേഷൻ ഐ ഈക്വൽ 1 to n എക്സ് ഐ ഇൻറ്റു യു ആൽഫ എന്ന് കിട്ടും. അപ്പൊ യു ആൽഫ ന്റെ പ്രത്യേകത എന്താ, അത് ബീറ്റ ഐ ആണ് ഫോർ ഓൾ ഐ. ഇവിടെ ഈ ജെക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ, ഐയും ജെയും വെച്ച് നിങ്ങൾ കൺഫ്യൂഷൻ ഒരിക്കലാവരുത്. ഓക്കെ, അഡ്ജസ്റ്റ് നൊട്ടേഷൻ മാത്രമാണ്. അപ്പം യു ആൽഫ ഐ ഇവിടെ ഐ വേരിയുന്നു ജെ വേരിയുന്നു 1 to n തന്നെയാണ്. അപ്പൊ അത് ഐ അവിടെ ഐ ആണ്, ഇവിടെ ജെ ആണെന്ന് ഒരിക്കലും നിങ്ങൾ എന്നോട് പറയരുത്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും സമ്മേഷൻ, ഇത് നമുക്ക് ലീനിയാരിറ്റി കണ്ടീഷൻ കിട്ടും. എന്നിട്ട് യു ഓഫ് ആൽഫൈന്റെ പ്രത്യേകത എന്താ, ബീറ്റ ഐ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, യു ആൽഫ പറഞ്ഞാലും വീണ്ടും സമ്മേഷൻ ഐ ഈക്വൽ 1 to n എക്സ് ഐ ബീറ്റ ഐ തന്നെ കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, ശരിക്കും നമുക്ക് കിട്ടുക എന്താ കിട്ടുക, രണ്ടും ഒരു രണ്ടും രണ്ടും ഒരേ അതെ, രണ്ടും സെയിം ട്രാൻസ്ഫോർമേഷൻ, ഔട്ട്പുട്ട് ആണ് ലീനിയർ നമുക്ക്. ട്രാൻസ്ഫോർമേഷൻ ആണെന്ന്. അപ്പം ഈ ടി ശരിക്കും ഈക്വൽ ടു യു തന്നെയാണ്, രണ്ടും ഒരേ സാധനമാണെന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ തിയറത്തിൽ പറയുന്ന കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് തിയറം എന്ന് പറയാം, കാരണം ഇത് പലപ്പോഴും ഞാൻ എക്സാംസിനൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്ന ഒരു തിയറാണ്. ഇത് ഈ തിയറത്തിന് പ്രൂഫും ചോദിക്കും, ഇതിനൊരു ഒരു എക്സാമ്പിളും ഒരു ക്വസ്റ്റ്യനും ചോദിക്കും, ഇത് സ്ഥിരം ഉണ്ടാവുന്നതാണ്.
നെറ്റിനും കാണാറുണ്ട്, ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട്, ലീനിയർ ട്രാൻസ്മിഷൻ കാണാൻ വേണ്ടി ചോദ്യമൊക്കെ വരാറുണ്ട്. ചോദ്യം ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വിന്ന് ഡബ്ല്യൂയിലേക്ക് ഒരു ടി നിങ്ങൾ എടുക്കുകയാണ്. ആ ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ടി ഓഫ് ആൽഫ എപ്പോഴും ബീറ്റ ഇ ആയിരിക്കും. അങ്ങനത്തെ ഒരൊറ്റ ടി എ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഈ അവിടെ ഒരു കണ്ടീഷൻ പറയാനുള്ള വെച്ചാൽ ഈ ആൽഫായിസിന്റെ കളക്ഷൻ ഒരു ഓർഡേർഡ് ബേസിസും കൂടി ആയിരിക്കും. ഇത് എന്ത് വേണമാവാം, ഡബ്ല്യൂയിലുള്ള ഏത് എൻ വെക്ടേഴ്സ് എടുത്താലും മതി, കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഓർഡേർഡ് ബേസ് ആയിരിക്കണം നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആൽഫായിസിന്റെ കളക്ഷൻ. അപ്പം ഈ ആൽഫായിസിനെ തന്നിരിക്കുന്ന ബീറ്റായിസിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു സിംഗിൾ ടി ഉണ്ടാവുള്ളൂ എന്നാണ്, യൂണീക് ടി ഉണ്ടാവുള്ളൂ എന്നാണ് ഈ തിയറം പറയുന്നത്. അപ്പം ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ രാത്രി പറഞ്ഞിട്ട് നമുക്ക് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സപ്പോസ് ഇതിപ്പോൾ ടി ഫ്രം R2 to R3 ആണ്. ഓക്കെ, ഞാൻ എടുത്ത ആൽഫായിസ് ആണ്, ഇതൊരു ബേസിസ് ആണ്. 1 2 3 4 ഇതൊരു ബേസിസ് അല്ലേ? ഇത് ബേസ് ആണെങ്കിൽ ചെക്ക് ചെയ്യുക സിമ്പിൾ ആയിട്ട്. R2 രണ്ട് എലിമെന്റ്സ് ആണ്. ഇതൊരു മെട്രിക്സ് ഫോം ചെയ്യാം. ഇതുകൊണ്ട് ഇതിന്റെ ഡിറ്റർമിനന്റ് ചെക്ക് ചെയ്താൽ മതി. 4 - 6 - 2 വരും. അപ്പോൾ നോൺ സീറോ ആണ്. അപ്പോൾ ഇതൊരു നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. അപ്പോൾ റാങ്ക് 2 വരും. ഫുൾ റാങ്ക് വരണമെങ്കിൽ വെക്ടേഴ്സ് റാങ്ക് 2 ആണ്, നമ്പർ ഓഫ് ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് 2 വരും അല്ലേ? അപ്പോൾ R2 രണ്ട് ലീനിയർ ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എടുത്താൽ എന്തായാലും ഒരു ബേസിസ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു കാര്യം പറയാൻ. അപ്പോൾ ഇതൊരു ബേസിസ് ആണ്. ഫൈൻ. ഇതെന്റെ ആൽഫ 1 ആൽഫ 2. ഇനി β1 ഞാൻ രണ്ട് ആർബിട്രറി വെക്ടേഴ്സ് എടുക്കുകയാണ്, ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ്. ഇത് എവിടെയുള്ള വെക്ടേഴ്സ് ആണ്? നമ്മൾ W അല്ലെങ്കിൽ R3. ഇതിപ്പോൾ T ഫ്രം V to W ആണ്. അപ്പോൾ നമ്മൾ W രണ്ട് വെക്ടേഴ്സ് എടുത്തു, 3 2 1 6 5 4 എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്രേ ഉള്ളൂ, നമ്മൾ ആ ടി കണ്ടുപിടിക്കാൻ പോവാണ്. അതായത് ഒരു യുണീക് ടി ഉണ്ടാവുള്ളൂ. നമുക്ക് ലാസ്റ്റ് തിയറം പറയുന്നുണ്ട്. ഈ എല്ലാ ആൽഫായിസിനും ഈ തന്നിരിക്കുന്ന ബീറ്റായിസിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരൊറ്റ ആളെ ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ആ ടി നമുക്ക് കണ്ടുപിടിക്കണം. അത് നമ്മൾ അടുത്ത വർക്ക് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ചോദ്യം. അപ്പൊ എന്താ ചെയ്യാം നമ്മള്? അതായത് ടി ഓഫ് ആൽഫ 1 നമുക്കറിയാം β1 ആണ്. ടി ഓഫ് ആൽഫ 2 നമുക്കറിയാം β2 ആണ്. അതായത് ടി ഓഫ് 1 2 എന്ന എലിമെന്റ് നമ്മൾ കണ്ടുപിടിച്ചാൽ ഉറപ്പായിട്ടും 3 2 1 കിട്ടും. ടി ഓഫ് 3 4 നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് 6 5 4 കിട്ടും. അപ്പൊ നിങ്ങൾക്കൊരു ജനറൽ ടി ഫ്രം R2 to R3 കിട്ടണം. ഒരു ഫംഗ്ഷൻ കിട്ടണം, ടി ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സംതിങ്. ഇവിടെ 3 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഈ സംഭവം ഈ ടി ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് വെച്ച് തന്നെയാണ്. എങ്ങനെയാ അത് കണ്ടുപിടിക്കാം? എങ്ങനെയാ കണ്ടുപിടിക്കാന്നാണ് നമുക്ക് നോക്കേണ്ടത്. എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്ത് നോക്കാം. പറയൂ. എങ്ങനെയാണ്? നമുക്ക് ഇതൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, ടി കണ്ടുപിടിക്കണം. എങ്ങനെയൊക്കെ ചെയ്യാം? എന്തായിരിക്കും? വെറുതെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതായത് എക്സ് വൈ എന്നൊരു ജനറൽ വെക്ടറിന്റെ ഇമേജ് നമുക്ക് കിട്ടണം അല്ലേ? അപ്പൊ എക്സ് വൈ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു ജനറൽ വെക്ടർ ആണല്ലോ R2 അല്ലേ, ആൽഫ. അപ്പൊ ഇതിനെ നമുക്ക് എന്തായാലും ഈ രണ്ട് ടേംസിൽ എഴുതാൻ പറ്റില്ല, യൂണീക്ക് ആയിട്ട് എഴുതാൻ പറ്റില്ല അല്ലേ? ലീനിയർ കോമ്പിനേഷൻ ആയി കൂടെ, കാരണം ഇത് ബേസിസ് അല്ലേ. അപ്പൊ എങ്ങനെ എഴുതാം? സം C1 × 1 2 പ്ലസ് സം C2 × 3 4 എന്ന് എഴുതി കൂടെ? ജനറൽ വെക്ടർ എക്സ് വൈനെ നമുക്ക് കാണേണ്ടത് എന്താ വെച്ചാൽ ഈ ടി ഓഫ് എക്സ് വൈ കാണണം. അപ്പൊ നമുക്കൊരു ഫംഗ്ഷൻ കിട്ടണം. ഇവിടെ 3 കോർഡിനേറ്റ്സ് ഉണ്ട്. അവിടെ എന്താ വരുന്നത് നമുക്കറിയില്ല. ഒന്നറിയാം, ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും അറിയാം. കാരണം നിങ്ങൾക്ക് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു, R-ൽ നിന്ന് RM-ലേക്ക് പോകുന്ന ലീനിയർ ട്രാൻസ്മിഷൻസ് എല്ലാം ഒരു പ്രത്യേക ഫോം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ വരുന്ന ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, ഈ എക്സും വൈ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെ വരുന്നതും എക്സും വൈന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. ഇവിടെയും എക്സും വൈന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിരിക്കും. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് എന്താ കിട്ടുക? ജസ്റ്റ് നോക്കാം. എക്സ് എന്താ കിട്ടുക? C1 × 1 + C2 × 3. അതായത് C1 + 3 C2 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ് കിട്ടണം. വൈ എന്താ കിട്ടുക? 2C1 + 4C2 എന്നാൽ അത് നമുക്ക് വൈ കിട്ടണം. ഓക്കെ, ഇനി എന്താ ചെയ്യാ?
ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കാണേണ്ട ടി ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, അപ്പം ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ അതിനെ ടി ഓഫ് ഈ ഫുൾ ടേം എനിക്ക് എഴുതി കൂടെ, കാരണം എക്സ് വൈ അതല്ലേ, CO12 പ്ലസ് C2 ഇൻറ്റു 3 4 എന്ന് എഴുതാം. ഈ ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ, അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താ? അത് ലീനിയർ കോമ്പിനേഷൻസ് പ്രിസർവ് ചെയ്യും. അതായത് ഇതിന് നമുക്ക് C1 ഇൻറ്റു T(12) പ്ലസ് C2 ഇൻറ്റു T(3 4) എന്ന് എഴുതാൻ പറ്റും. അതാണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലീനിയർ കോമ്പിനേഷൻസ് പ്രിസർവ് ചെയ്യാൻ മീൻസ്. അതായത് T ഈക്വൽ ടു C1 α1 പ്ലസ് C2 α2 ആണെങ്കിൽ അതിന് നമുക്ക് C1 ടൈംസ് T α1 പ്ലസ് C2 ടൈംസ് T α2 എഴുതാൻ പറ്റും. ഇനി ഇതിൽ നമുക്ക് എന്താ അറിയാം? C1 ഇൻറ്റു T(12) പറഞ്ഞാൽ നമുക്കറിയാം എന്താ T(12). ഇത് നമ്മൾ മാപ്പ് ചെയ്യുന്നത് അങ്ങോട്ടാ β1ലേക്കാണ്. 3 2 1 2 1 ആണ്. അതുപോലെ β2 എന്താണ്? 6 3 5 4 6 അല്ലേ? 5 4 6 5 4 ആണ്. ഇത്രയും നമുക്ക് കിട്ടി. അതായത് നമുക്ക് ഇവിടെ ശരിക്കും ഈ C1 ഉം C2 എന്താന്ന് അറിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ടി ഓഫ് എക്സ് വൈ കിട്ടിയില്ലേ, അതിന്റെ ഇമേജ് കിട്ടിയില്ലേ? കിട്ടിയോ? അതായത് C1 C2 നമുക്ക് എന്തോ കിട്ടി വരയ്ക്കാം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പറയാം ടി ഓഫ് എക്സ് വൈ എന്താണ്. ജസ്റ്റ് ആഡ് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് വെച്ചാൽ എന്താ കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? നമുക്ക് C1 C2 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഉണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ C1 C2 കാണണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിനകത്ത് C1 C2 കാണാം. എക്സ് ഈക്വൽ ടു C1 പ്ലസ് 3C2. ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ പറയും, പേടിക്കണ്ട. ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, നമുക്കൊന്ന് ക്ലിയർ ആവും. C1 പ്ലസ് 3C2 C1 പ്ലസ് 3C2 y എന്തായിരുന്നു? 2C1 പ്ലസ് 4C2 2C1 പ്ലസ് 4C2. അപ്പൊ ഇത് നമുക്ക് സോൾവ് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എനിക്ക് 2x ഇസ് ഈക്വൽ ടു 2C1 പ്ലസ് 6C2 എന്നും കിട്ടും. സെക്കൻഡ് ഇക്വേഷൻ y സെയിം ഇക്വേഷൻ കീപ്പ് ചെയ്യാം, 4C2 എന്ന് കിട്ടും. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യാണ്. ഫസ്റ്റ് ഈ ഇക്വേഷൻ സബ്ട്രാക്ട് എന്താ എനിക്ക് കിട്ടുക? ഇത് 0 ആയി പോകും. ഇത് പ്ലസ് 2C2 എന്ന് കിട്ടും. ഇത് 2x മൈനസ് 5 എന്ന് കിട്ടും. ശരിയല്ലേ? ഇത് ഞാൻ ജസ്റ്റ് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് കിട്ടുന്ന 2C2 എന്ന് പറഞ്ഞാൽ 2x മൈനസ് y എന്ന് കിട്ടി. അതായത് C2 എന്ന് പറഞ്ഞാൽ 2x മൈനസ് y ബൈ 2 എന്ന് കിട്ടി. ശരിയല്ലേ? നമുക്ക് C1 കാണണം. ഈ ഇക്വേഷൻ നമുക്ക് C1 കാണാം, C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട്. അപ്പൊ x ഈക്വൽ ടു C1 പ്ലസ് 3 ഇൻറ്റു 2x മൈനസ് y ബൈ 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് C1 എന്ത് കിട്ടും? 3 ഇൻറ്റു 2x മൈനസ് y ബൈ 2 മൈനസ് എക്സ് എന്ന് കിട്ടും. ശരി, ഞാൻ എഴുതുന്നത് ശരിയാണ് നോക്കണേ, എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ പറയണേ. അപ്പം ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് C1 ഉം C2 ഉം കിട്ടി. ഇത് വേണം നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇതൊന്ന് സിംപ്ലിഫൈ എന്താ കിട്ടുക? ഒന്ന് വൃത്തിയാക്കാം. 3 ഇൻറ്റു 2x പറയുമ്പോൾ 6x മൈനസ് 3 ഇൻറ്റു y എന്ന് പറയുമ്പോൾ 3y ബൈ 2 മൈനസ് എക്സ് എന്നാണ്. അപ്പോൾ നമുക്ക് അതിനെ 6x മൈനസ് 3y മൈനസ് 2x ബൈ 2 എന്ന് എഴുതാം. ശരിയല്ലേ? ഇത് നമുക്ക് 4x മൈനസ് 3y ബൈ 2 ഉണ്ട്. പറയൂ. C1 പ്ലസ് ടേം അല്ല, അപ്പോൾ C1 ഈക്വൽ ടു എന്ന് പറയുമ്പോൾ x മൈനസ് അല്ലേ വരിക? ഓക്കെ സോറി C1 ഓക്കെ. ഓ, ഇത് മൈനസ് C1 ആണ് എഴുതിയത് അല്ലേ? ഓക്കെ, ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്ന മൈനസ് C1 ആണ് അല്ലേ? ഓക്കെ. അപ്പം മൈനസ് C1 ഇങ്ങനെ കിട്ടും അല്ലേ? അപ്പൊ C1 എന്ത് കിട്ടുക? അപ്പൊ ഇത് ശരിയല്ലേ? സിംപ്ലിഫിക്കേഷൻ ശരിയല്ലേ? 3 ഇൻറ്റു 2x മൈനസ് y ബൈ 2 പറയുമ്പോൾ 6x മൈനസ് 3y ബൈ 2 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ മൈനസ് 2x വരും ബൈ 2. 6 മൈനസ് 2x എന്നാൽ 4x വരും. ഓക്കെ, അപ്പം നമുക്ക് C1 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 3y മൈനസ് 4x ബൈ 2 എന്ന് കിട്ടും. അപ്പൊ നമുക്കൊരു C1 ഉം കിട്ടി ഇവിടെ, നമുക്കൊരു C2 ഉം കിട്ടി ഇവിടെ. അപ്പം C1 എന്താ? 3y മൈനസ് 4x ബൈ 2. അപ്പോൾ പ്രീവിയസ് നമ്മൾ എഴുതി വെച്ചതില്ലേ,
നമുക്ക് C1 കൊടുക്കാം. C1 നമ്മൾ എന്താ കൊടുക്കുന്നത്? 3y 3y - 4x. 3y minus 4x by 2 into 321 plus C2 എന്താ കിട്ടിയ 2x minus y by 2. നമുക്ക് 2x minus y by 2 into 654. ഓക്കെ, 654. അപ്പോൾ ഇത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ കിട്ടും. ജസ്റ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ജസ്റ്റ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം എന്താ കിട്ടുന്ന ഫംഗ്ഷൻ? 3y minus 4x into 3, 4x into 3 means actually what? 3 3s are 9. So 9y minus 12x by 2, comma, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y minus 4x എന്ന് വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y minus 4x by 2 എന്ന് വരും. This entry plus this entry is 2x minus y by 3 എന്ന് പറയുമ്പോൾ എന്താ വരാം? 2 into 6 എന്ന് പറയുമ്പോൾ 3 നമ്മുടെ ക്യാൻസൽ ആവും, 3 വരും. 3 into 2 6x minus 3y, 10x minus 5y by 2, പിന്നെ പിന്നെന്താ വരാം? ഇത് ക്യാൻസൽ ആവും, 2 വരും. അപ്പോൾ 4x minus 2y എന്ന് വരും. അങ്ങനെ കിട്ടും. ഇനി നമ്മളിത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഫംഗ്ഷൻ കിട്ടും. നിങ്ങൾ ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇതിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം, നമ്മൾ ശരിയാണോ നോക്കണ്ടേ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത് വെച്ചാൽ ഞാൻ ഒന്നുകൂടി പറയാം. ജസ്റ്റ് നിങ്ങൾ കോമ്പൗണ്ട് വൈസ് ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ലാസ്റ്റ് ഒരു നല്ലൊരു രൂപത്തിൽ കിട്ടും. 3 എൻട്രീസ് ഉണ്ടാവും. ഞാൻ ഒന്നുകൂടി ആദ്യമേ പറയാൻ വേണ്ടി നമുക്ക് ചെക്ക് ചെയ്യാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഞാൻ ഇപ്പോൾ സോൾവ് ചെയ്താൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. T ഫ്രം R2 to R3, ആൽഫ 1നെ ബീറ്റ 1ലേക്കും ആൽഫ 2നെ ബീറ്റ 2ലേക്കും മാപ്പ് ചെയ്യുന്ന T കണ്ടുപിടിക്കണം നമുക്ക്. അതായിരുന്നു നമ്മുടെ ആവശ്യം. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ നമുക്കറിയാം ഇതൊരു ഓർഡേഡ് ബേസിസ് ആണ്. ഈ എടുത്തിരിക്കുന്ന സാധനം ഒരു ഓർഡേഡ് ബേസിസ് അതിനെ കൊണ്ട് നമുക്ക് ഏതൊരു വെക്ടർ, ഏതൊരു ജനറൽ വെക്ടർ എക്സ് വൈ എടുക്കാൻ കാരണം R2 എലിമെന്റ് അതിനെ കൊണ്ടാണ്. R2 ഉള്ള എലിമെന്റ് ആണ്, ഓർഡേഡ് പെയർ ആണ്. അപ്പോൾ ഏതൊരു വെക്ടർ ആൽഫയെ എനിക്ക് ഈ രണ്ട് വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. അത് നമ്മൾ ആദ്യം എഴുതി. അത് എഴുതുമ്പോൾ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടി. ഓക്കെ, നമ്മളവിടെ വെച്ചു. ഇനി നമുക്ക് ശരിക്കും കാണേണ്ടത് ഈ എക്സ് വൈന്റെ ഇമേജ് ആണ്, ടി ഓഫ് എക്സ് വൈ. അതായത് ടി ഓഫ് എക്സ് വൈ എന്താണ്, ആ യുണീക്ക് റൂൾ എന്താണെന്ന് അറിയണം. ടി ഓഫ് എക്സ് വൈ ഏത് എലിമെന്റിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെന്ന് കിട്ടണം. എക്സ് വൈന് ഏത് എലിമെന്റിലേക്കാണ് ടി മാപ്പ് ചെയ്യുന്നതെന്ന് കിട്ടണം. അത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ടി ഓഫ് എക്സ് വൈ കാണാൻ നമ്മൾ എക്സ് വൈ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തതിനെ കൊണ്ട് നമ്മൾ ഇങ്ങനെ എക്സ് വൈ റെപ്രസെന്റ് ചെയ്തു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ടി ഓഫ് എക്സ് വൈന് നമ്മൾ ടി ഓഫ് സെയിം ആ എക്സ് വൈ കൊടുത്തു. എന്നിട്ട് ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട്, അത് ലീനിയർ കോമ്പിനേഷൻസ് പ്രിസർവ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് ഇതിനെ C1 ടൈംസ് ടി ഇൻറ്റു 1 2 പ്ലസ് C2 ടൈംസ് ടി ഇൻറ്റു 3 4 എഴുതാൻ പറ്റും. ഓൾറെഡി നമുക്കറിയാം നമ്മൾ കണ്ടുപിടിക്കുന്ന ടീന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ടി ഓഫ് ആൽഫ 1, അതായത് ടി ഓഫ് 1 2 പറഞ്ഞാൽ ബീറ്റ 1 ആണ്, 3 2 1 ആയിരിക്കും. അതുപോലെ ടി ഓഫ് 3 4 എന്ന് പറഞ്ഞാൽ 6 5 4 ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ടി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം? ഈ ടി ഓഫ് 1 2 നമുക്ക് 3 2 1 എന്ന് എഴുതാം. ഈ ടി ഓഫ് 3 4 നമുക്ക് 6 5 4 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും കാണേണ്ടത് ടി ഓഫ് എക്സ് വൈ ആയിരുന്നു. അപ്പം ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ എന്താ ലാസ്റ്റ് നമ്മൾ എത്തിയ സ്റ്റേജിൽ ഈ C1 C2ന്റെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടി കിട്ടും, ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ ഈ C1 C2 കാണാൻ നമ്മൾ ഇവിടെ പോയി ഇത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. അത് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് C1 C2 രണ്ട് വാല്യൂസ് കിട്ടി. അപ്പോൾ ആ C1 C2 വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വന്നിട്ട് തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് ഈ C1 C2ന്റെ ഭാഗത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഉത്തരം കിട്ടണം. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഇതിപ്പോ നമ്മൾ കിട്ടിയ സാധനം വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഇത് ശരിക്കും കറക്റ്റ് ആണോ ഇപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യാം? നിങ്ങൾ ഇങ്ങനെ ഇത് ചെക്ക് ചെയ്താൽ മതി. ടി ഓഫ് 1 2, അതായത് 1 2നെ എങ്ങോട്ടാ മാപ്പ് ചെയ്യുന്നത്? 3 2 1ലേക്കാണോ മാപ്പ് ചെയ്യുന്നത് ചെക്ക് ചെയ്താൽ പോരെ. ഇൻ ജനറൽ ഇപ്പൊ ഇവിടെ എക്സും വൈക്കും നിങ്ങൾ 1 2 എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ അകത്ത് എക്സും വൈക്കും 1 2 എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എക്സാക്ട്ലി 3 2 1 കിട്ടണം. എവിടെ കിട്ടണം? ഇതിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി 3 2 1 കിട്ടണം ഇവിടെ. മനസ്സിലായോ? നിങ്ങൾ സിംപ്ലിഫൈ
എന്താ കിട്ടുക നോക്കാം, നമുക്ക് സിംപ്ലിഫൈ നോക്കാം, അത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ ചെയ്ത് തെറ്റുണ്ടോ എന്ന് അറിയാൻ പറ്റും. സിംപ്ലിഫൈ എന്താ വരിക? അത് സിംപ്ലിഫൈ ചെയ്താൽ 9y മൈനസ് 12x ഹോൾ ബൈ 2 പ്ലസ് 6x മൈനസ് 3y. അടുത്തത് 3y മൈനസ് 4x പ്ലസ് 10x മൈനസ് 5y ബൈ 2. പിന്നെ 3y മൈനസ് 4x ബൈ 2 പ്ലസ് 4x മൈനസ് 2y കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യണം. പൊതുവെ എനിക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന് പണിയെടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ വരിക? 9y മൈനസ് 12x പ്ലസ് 12x മൈനസ് 6y ബൈ 2. ഞാൻ എഴുതുന്ന തെറ്റുണ്ടെങ്കിൽ പറയണേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ. 6y മൈനസ് 8x പ്ലസ് 10x മൈനസ് 5y ബൈ 2. 3y മൈനസ് 4x പ്ലസ് 8x മൈനസ് 4y ബൈ 2. എന്തെങ്കിലും തെറ്റ് വരുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ. അപ്പം ഇവിടെ മൈനസ് 12x പ്ലസ് 12x ക്യാൻസൽ ആയി. 9y മൈനസ് 6y എന്ന് പറയുമ്പോൾ 3y ബൈ 2 എന്ന് വരും. ഓക്കെ ഓക്കെ. ഇനി ഇവിടെ എന്താ വരിക? 6y മൈനസ് 5 എന്ന് പറഞ്ഞാൽ y വരും. 10x മൈനസ് 8x എന്ന് പറഞ്ഞാൽ 2x വരും. ഇപ്പോൾ 2x പ്ലസ് y ബൈ 2 വരും. ഇവിടെ അതുപോലെ 8x മൈനസ് 4x എന്ന് പറയുമ്പോൾ 4x വരും. 3y മൈനസ് 4y എന്ന് പറയുമ്പോൾ മൈനസ് y വരും ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടിയ ഫംഗ്ഷൻ ഇതാണ്. നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. P ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഇതവിടെ എലിമെന്റ് ആണ്, ഇത് R3 എലിമെന്റ് അല്ലേ? അപ്പൊ എന്ത് എക്സ് വരുന്നു, എന്ത് ഇവിടെ വൈ വരുന്നു, അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇവിടുത്തെ എലിമെന്റ് കിട്ടുന്ന പറയുന്നത്. ഇതാണ് ആ യുണീക് ടി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം നമ്മൾ ചെയ്ത് ശരിയാണോ നോക്കാം. നമുക്ക് തന്ന ഇമേജ് എന്തായിരുന്നു? ടി ഓഫ് 1 2 പറഞ്ഞാൽ 3 2 1 ആണ്. നോക്കി നോക്കാം. ടി ഓഫ് 1 2 പറഞ്ഞാൽ നമുക്ക് 3 2 1 കിട്ടണം. അത് കിട്ടുമോ നോക്കിയേ. വൈക്ക് 2 കൊടുക്കുക. അപ്പൊ 3 ഇൻറ്റു 2 ബൈ 2. ഇപ്പൊ 2 2 ക്യാൻസൽ ആയി. ഓക്കെ, ഫസ്റ്റ് കോർഡിനേറ്റ് ഓക്കെയാണ്. ഇനി എക്സ് 1 ഉം വൈ 2 അല്ലേ? അപ്പം 2 പ്ലസ് 2 4 ബൈ 2. 4 ബൈ 2 വരുമ്പോൾ 2 വരും. ശരിയാണ്. എക്സ് 1 ഉം വൈ 2 ഉം. അപ്പം 4 ഇൻറ്റു 2 8 8 എത്ര വരുന്നത്? 4 ഇൻറ്റു 1 4 ഇൻറ്റു 1 4 ഇൻറ്റു 1 മൈനസ് 2 2 ബൈ 2 1. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 2 1 കിട്ടി. ശരിയാണ് അല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ശരിക്കും ഇവിടെ ചെയ്തത് ആ യുണീക്ക് ടി നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ ഇതാണ് നമ്മുടെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് വേണ്ടിയിരുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ടി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ 3y ബൈ 2 2x പ്ലസ് 5 ബൈ 2 4x മൈനസ് 5 ബൈ 2 ആണ് നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ചെയ്യേണ്ടത്. നമുക്ക് മിക്കവാറും ഇത് ഇടയ്ക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ ഞാൻ എന്താ റെക്കോർഡ് ക്ലാസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയിപ്പം ഇത് സംശയമുള്ളവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ക്ലിയർ ആവും. ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ല, ഡയറക്റ്റ് ആണെന്ന് തോന്നുന്നു. മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇന്നത്തെ ക്ലാസ് അവിടെ നിർത്തും. നമ്മളൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ടി ഫ്രം, നമുക്ക് മുമ്പോട്ട് പോകൂടെ? മുമ്പോട്ട് പോട്ടെ? ടി ഫ്രം വി ടു ഡബ്ല്യു നമ്മൾ എടുത്തു. ഒരു ഫംഗ്ഷൻ ആണ്. ഈ സ്പേസിന് ഈ സ്പേസിലേക്ക് ഒരു ഫംഗ്ഷൻ ആണ്. അപ്പം ഈ റേഞ്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ വിയിലുള്ള വെക്ടേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് വെക്ടേഴ്സ്. ഈ ഇവിടെ റേഞ്ചും കോഡൊമൈനും എന്താ വ്യത്യാസം? കോഡൊമൈനിന്റെ W എന്ന് പറഞ്ഞാൽ സെറ്റ് മൊത്തം സബ്സെറ്റ് ആയിരിക്കില്ലേ? അതെ, അത് റേഞ്ച് ഓഫ് ടി പറഞ്ഞാൽ ഒരു സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ W ആയിരിക്കും അല്ലേ?
കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും. അത് ഈക്വൽ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ആ രണ്ട് റേഞ്ച് ഓഫ് ടിയും ഡബ്ല്യൂയും സെയിം സ്പേസ് ആണെങ്കിൽ എന്താ ടീന്റെ പ്രത്യേകത? ടി ഒരു ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ ടി ഒരു ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ എടുക്കുന്ന ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇറ്റ്സ് ഓൾസോ എ ഫംഗ്ഷൻ ആക്ച്വലി. അപ്പം അത് ഓൺ ടു ആവും അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഇനി അപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു റേഞ്ച് ഓഫ് ടി എന്നാൽ സബ്സെറ്റ് ഓഫ് ഡബ്ല്യു ആണെന്ന് പറഞ്ഞു. ഇനി ഞാൻ ഒരു ക്ലെയിം പറയാൻ പോകുന്നത് വെച്ചാല് റേഞ്ച് ഓഫ് ടി സബ്സെറ്റ് മാത്രമല്ല, ഇറ്റ് ഈസ് ആക്ച്വലി എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു. റേഞ്ച് ഓഫ് ടി ഈസ് ആക്ച്വലി എ സബ്സ്പേസ് ഓഫ് ഡബ്ല്യു. ഇത് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാം, പ്രൂവ് ദാറ്റ് റേഞ്ച് ഓഫ് ടി ഈസ് സബ്സ്പേസ് ഓഫ് ഡബ്ല്യു. ഇതിപ്പോ എങ്ങനെ നമ്മൾ കാണിക്കാം? റേഞ്ച് ഓഫ് ടി എന്ന സംഭവം എന്താണ്? റേഞ്ച് ഓഫ് ടി എന്ന വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് set of all vectors, set of all beta in W such that beta is equal to some t alpha for some alpha in V. അല്ലേ? ഇതിലെ റേഞ്ച് ഓഫ് ടി പറഞ്ഞാൽ ബീറ്റ ഡബ്ല്യൂലുള്ള ആ വെക്ടേഴ്സ് വിച്ച് ഇസ് ആക്ച്വലി ദ ഇമേജ് ഓഫ് സം ആൽഫ ഇൻ വി അണ്ടർ ടി. അല്ലേ? ഇതല്ലേ? ഇതാണ് റേഞ്ച് ഓഫ് ടിയുടെ ഡെഫിനിഷൻ. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഇത് സബ്സ്പേസ് ഓഫ് ഡബ്ല്യു ആണെന്നാണ് കാണിക്കേണ്ടത്. അത് നിങ്ങൾ എങ്ങനെയാ കാണിക്കുക? നമ്മൾ സാധാരണ എങ്ങനെയാ നമ്മളൊരു വെക്ടർ സ്പേസ് എടുത്തിട്ട് അതിന്റെ ഇപ്പൊ ഡബ്ല്യൂയുടെ വെക്ടർ സ്പേസ് ആണ്, രണ്ട് വെക്ടർ സ്പേസ് ആണ്. ഡബ്ല്യൂന്റെ വെക്ടർ സ്പേസ്, ഡബ്ല്യു എന്ന വെക്ടർ സ്പേസിന്റെ സബ്സ്പേസ് ആണ് റേഞ്ച് ഓഫ് ടി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ സാധാരണ എങ്ങനെ ചെയ്യാറ്? അതുപോലെ തന്നെ ചെയ്യണം. എങ്ങനെ ചെയ്യാം? നമ്മള് സി ആൽഫ പ്ലസ് ബീറ്റ. ആൽഫയും ബീറ്റയും ചൂസ് ചെയ്യും. ആൽഫയും ബീറ്റ എവിടുന്ന് എടുക്കണ്ടേ? നിങ്ങൾ പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണം. എവിടുന്ന് എടുക്കുന്നത്? ഡബ്ല്യു എന്നാണോ വി എന്നാണോ റേഞ്ച് ഓഫ് ടി എന്നാണോ എടുക്കുന്നത്? എവിടുന്നാ എടുക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമുക്ക് കാണിക്കേണ്ട റേഞ്ച് ഓഫ് ടി ഇസ് സബ്സ്പേസ് ഓഫ് ഡബ്ല്യു എന്നാണ് കാണിക്കേണ്ടത്. അതായത് റേഞ്ച് ഓഫ് ടി ആ സെറ്റ് സബ്സ്പേസ് ആണ് കാണിക്കേണ്ടത്. അപ്പൊ നമ്മൾ എടുക്കേണ്ട എലിമെന്റ്സ് ആണ് റേഞ്ച് ഓഫ് ടി എലിമെന്റ്സ് അല്ലേ? റേഞ്ച് ഓഫ് ടി രണ്ട് എലിമെന്റ്സ് എടുക്കുകയാണ്, ബീറ്റ 1 ഉം ബീറ്റ 2 ഉം. ഓക്കെ, എന്നിട്ട് ഞാൻ കാണിക്കേണ്ടത് എന്താണ്? സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 എവിടെ ഉണ്ടെന്ന് കാണിക്കണം. അതും റേഞ്ച് ഓഫ് ടിയിൽ നിന്നാണ് കാണിക്കേണ്ടത്. അപ്പോഴല്ലേ സബ്സ്പേസ് ആവുള്ളൂ. അതാണ് കണ്ടീഷൻ. നമുക്ക് കാണിക്കേണ്ട സബ്സ്പേസ് ഏതാ, സെറ്റ് ഏതാണ് സബ്സ്പേസ് കാണിക്കേണ്ടത്, ആ സെറ്റിൽ രണ്ട് എലിമെന്റ്സ് എടുക്കുക. എന്നിട്ട് ആ ലിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ അതും ആ സ്പേസ് തന്നെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സെയിം സെറ്റ് തന്നെ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പം എങ്ങനെ എഴുതാമല്ലോ? നീക്കി എഴുതുമ്പോൾ ഞാൻ ഓരോ പേജ് എടുത്ത് എഴുതുമ്പോൾ ഡിസ്കഷൻ ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഓക്കെ, റേഞ്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു, ബീറ്റ ഈക്വൽ ടു ആൽഫ ഫോർ സം ആൽഫ ഇൻ വി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ രണ്ടെണ്ണം എടുത്തു. ഇവിടെ ബീറ്റ 1 ഉം ബീറ്റ 2 ഉം എടുത്തു, റേഞ്ച് ഓഫ് ടി ഉള്ള. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇതിൽ നമുക്ക് എന്ത് കിട്ടും? there exists vectors alpha 1 and alpha 2 in V such that T of alpha 1 എന്തായിരിക്കും? ബീറ്റ 1 ആണ്. അതുപോലെ T of alpha 2 എന്താണ്? ബീറ്റ 2 ആണ്. അത് ശരിയല്ലേ? കാരണം ബീറ്റ 1 ഉം ബീറ്റ 2 റേഞ്ച് ഓഫ് ടിയിൽ ഉണ്ടെന്ന മീനിങ് എന്താ? വിയിലുള്ള ഏതോ ഒരു ആൽഫ 1 ഉം ഏതോ ഒരു ആൽഫ 2ന്റെ ഇമേജ് ആണ് ഈ ബീറ്റ 1 ഉം ബീറ്റ 2. അല്ലെങ്കിൽ റേഞ്ച് ഓഫ് ടിയിൽ ഉണ്ടാവില്ലല്ലോ. റേഞ്ച് ഓഫ് ടി പറഞ്ഞാൽ ഇമേജസിന്റെ കളക്ഷൻ ആണ്. നമുക്ക് നേരിട്ട് ഇപ്പൊ നമ്മൾ എടുത്തു ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി എടുത്ത് നമുക്ക് നേരിട്ട് എന്ത് പറയാം? ഒരു ആൽഫ 1 ഉം ആൽഫ 2 എക്സിസ്റ്റ് ചെയ്യും വേർ ഇൻ വി സച്ച് ദാറ്റ് ടി ഓഫ് ആൽഫ 1 ബീറ്റ 1 ആയിരിക്കും, ടി ഓഫ് ആൽഫ 2 ബീറ്റ 2 ആയിരിക്കും. അത് ശരിയാണ്. ഇനി നമുക്കൊരു കണ്ടീഷൻ അറിയാം. ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇപ്പൊ ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതിനെക്കൊണ്ട് നമുക്ക് എങ്ങനെ എന്ത് എഴുതാൻ പറ്റും? ടി ഓഫ് ആൽഫ 1 പ്ലസ് സി ആൽഫ 1 പ്ലസ് ടി ഓഫ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2 എടുക്കാന്ന് വിചാരിക്കാം. സപ്പോസ് ആൽഫ 1 ഉം ആൽഫ 2 ഉം വീൽ എലിമെന്റ്സ് ആണ്. സി ഇൻറ്റു ആൽഫ 1 ഉം വീൽ എലിമെന്റ് ആണ്. സി ആൽഫ 1 പ്ലസ് ആൽഫ 2 ഉം വീൽ എലിമെന്റ് ആണ്. അല്ലേ? അതൊക്കെ ഓക്കെ അല്ലേ? നമ്മൾ എടുക്കുന്ന ടി ഓഫ് സം വെക്ടർ ഇൻ വി എടുക്കുന്നത് നമ്മൾ.
ഈ വെക്ടർ അവിടെയുള്ള വെക്ടറാണ്, വിയിലുള്ള വെക്ടറാണ്. ടി ഓഫ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2 ശരിക്കും എന്തായിരിക്കും? ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? അത് സി ഇൻറ്റു ടി ആൽഫ 1 പ്ലസ് ടി ആൽഫ 2 ആയിരിക്കും. ശരിയല്ലേ? അത് കാരണം ലീനിയാരിറ്റി കണ്ടീഷൻ ആണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഇതാണ് സാറ്റിസ്ഫൈ ചെയ്യും. സി ആൽഫ പ്ലസ് ബീറ്റ ആണ് ടി ഇൻറ്റു ടി ആൽഫ പ്ലസ് സി ഇൻറ്റു ടി ആൽഫ പ്ലസ് ടി ബീറ്റ എന്നാണ്. ആ സെയിം കണ്ടീഷൻ ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ആൽഫയ്ക്കും ബീറ്റയ്ക്കും പകരം ഞാൻ ആൽഫ 1ഉം ആൽഫ 2 എടുത്തു, അത്ര ചെയ്തോളൂ. അപ്പൊ ഇത് ടി ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയതിനെ കൊണ്ട് ടി സി ആൽഫ 1 പ്ലസ് ആൽഫ 2 പറഞ്ഞാൽ സി ടി ആൽഫ 1 പ്ലസ് ടി ആൽഫ 2 എഴുതാം. പക്ഷെ ടി ആൽഫ 1 എന്താണ്? അത് ബീറ്റ 1 ആണ്. ടി ആൽഫ 2 എന്താണ്? അത് ബീറ്റ 2 ആണ്, അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇതിൽ നമുക്കിപ്പോ എന്താ കിട്ടുന്നത്? ടി ഓഫ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2 എന്ന സാധനം അതിലുണ്ടെന്നല്ലേ? സബ്സ്പേസ് ആണെന്ന് കിട്ടിയോ? ഇല്ല, എന്താ റേഞ്ച് ഓഫ് പറയൂ. ടിയിലുണ്ടെന്ന് കിട്ടിയില്ലേ? ആര് റേഞ്ച് ഓഫ് ടീൽ ഉണ്ടെന്ന് കിട്ടി? അതായത് ബീറ്റ 1 ബീറ്റ അതിന്റെ കോമ്പിനേഷൻ അല്ലേ? അതായത് നമുക്ക് കാണിക്കേണ്ടത് എന്തായിരുന്നു? നമുക്ക് കാണിക്കേണ്ടത് എന്തായിരുന്നു? അതായത് റേഞ്ച് ഈ ഓഫ് ബീറ്റ 1 പ്ലസ് ബീറ്റ 2 റേഞ്ച് ഓഫ് ടീൽ ഉണ്ടെന്നാ കാണിക്കേണ്ടത്, അല്ലേ? ആ ഈ സംഭവമായിരുന്നു നമുക്ക് കാണിക്കേണ്ടത്. അപ്പൊ അത് കാണിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? ഏതോ ഒരു വെക്ടറിന്റെ ഇമേജ് ആണ്, ഏതോ ഒരു വെക്ടർ എവിടെയുള്ള വിയിലുള്ള ഏതോ വെക്ടറിന്റെ ഇമേജ് ആണ് ഈ വെക്ടർ എന്നാ കാണിക്കുന്നത്, അണ്ടർ ടി. അതല്ല നമ്മൾ കാണിച്ചത് ഇവിടെ. അതെ. നമ്മൾ എന്ത് കാണിച്ചു? നമ്മൾ കാണിച്ചു സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 പറഞ്ഞാൽ ഏതോ ഒരു വെക്ടർ, ആ ഏതോ ഒരു വെക്ടർ ഏതാ അവിടെ? ഈ വെക്ടർ, ഇതിന്റെ ഇമേജ് ആണെന്ന് കാണിച്ചു. അതിന്റെ മീനിങ് എന്താ? ഇത് റേഞ്ചിൽ തന്നെ ഉണ്ടെന്നല്ലേ? ദിസ് ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി എന്നാണ്. അപ്പൊ നമ്മളെ പ്രൂഫായി, അല്ലേ? നമ്മൾ ബീറ്റ 1 ബീറ്റ 2 റേഞ്ച് ഓഫ് ടി എടുത്തു, നമ്മൾ കാണിച്ചു സി ബീറ്റ 1 പ്ലസ് ബീറ്റ 2 ഓൾസോ ബിലോങ്സ് ടു റേഞ്ച് ഓഫ് ടി എന്ന് കാണിച്ചു. അപ്പൊ എന്ത് പറയാം? റേഞ്ച് ഓഫ് ടി ഇസ് ആക്ച്വലി എ സബ്സ്പേസ് ഓഫ് യുവർ ഡബ്ല്യു. ഇതാണ് ഒരു സിമ്പിൾ ആൻഡ് സ്ട്രോങ് റിസൾട്ട് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ ഒരു നൾ സ്പേസിനെ പറ്റി പറഞ്ഞ ഓർമ്മ ഉണ്ടോ? നൾ സ്പേസ് ഓഫ് എ മെട്രിക്സ് പറഞ്ഞ ഓർമ്മ ഉണ്ടോ? പറഞ്ഞിരുന്നു. ആ, അപ്പൊ നമ്മൾ അതാണ് നമ്മള് ഈ ടിക്ക് ഒരു നൾ സ്പേസ് ഉണ്ട്, ഈ ടിക്ക് ഒരു നൾ സ്പേസ് ഉണ്ട്, അതേപോലെ തന്നെ ഡെഫിനേഷൻ വരുന്നത്. അത് വേറെ ഒന്നല്ല. ഇപ്പം നമ്മൾ ടി ഫ്രം ബി ടു ഡബ്ല്യു എടുത്തു. ഇനി നമ്മൾ വിന്റെ സബ്സ്പേസ് ആണ് നമ്മൾ പറയാൻ പോകുന്ന ആൾ, അതായത് നൾ സ്പേസ്. നൾ സ്പേസ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സബ്സ്പേസ് ഓഫ് വി എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതായത് നൾ സ്പേസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ആൽഫ ഇൻ വി ഫോർ വിച്ച് ടി ആൽഫ വിൽ ബി ഈക്വൽ ടു 0. ഇതിനാണ് നമ്മൾ നൾ സ്പേസ് ഓഫ് ടി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? അതായത് ഏതൊക്കെ വെക്ടേഴ്സ് ആണോ, ഏതൊക്കെ വെക്ടേഴ്സ് ഇൻ വി, വിച്ച് ഓൾ വെക്ടേഴ്സ് ഇൻ വി ആർ മാപ്ഡ് ഓൺ ടു ദ 0 എലിമെന്റ് ഇൻ ഡബ്ല്യു is called the set of all such vectors is called the null space of T. Okay, പറഞ്ഞ മനസ്സിലായോ? അതായത് ടി ഒരു വെക്ടർ സ്പേസിന് വേറെ വെക്ടർ സ്പേസിലേക്ക്, അതിന്റെ എക്സാമ്പിൾസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഞാൻ ഇതിന്റെ എക്സാമ്പിൾസ് പറഞ്ഞുതരാം. നൾ സ്പേസ് കാണുന്നത്, നള്ളിറ്റി കാണുന്നതൊക്കെ പറഞ്ഞുതരാം. ഇന്ന് നമ്മൾ ജസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇത് സബ് സ്പേസ് ആണ്. ഞാൻ പ്രൂവ് ചെയ്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഐഡിയയിലാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ബിയിൽ ഉണ്ടാവുന്ന ഈ വെക്ടർ സ്പേസിൽ ഉണ്ടാവുന്ന കുറച്ച് എലിമെന്റ്സ് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, വേറെ ഒന്നല്ല. നിങ്ങൾ ടി ഓഫ് ആൽഫ കണ്ടുപിടിക്കുമ്പോൾ അത് നേരിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഡബ്ല്യു ഒരു 0 എലിമെന്റ് ഇല്ലേ, അതായിരിക്കും എപ്പോഴും ഇമേജ്. 0 ഇമേജ് വരുന്ന എല്ലാ ആൽഫാസും, എവിടെയുള്ള ആൽഫാസ്? വിയിലുള്ള ആൽഫാസ്. ആ ആൽഫാസിന്റെ കളക്ഷനാണ് നൾ സ്പേസ് ഓഫ് ടി എന്ന് വരിക. അത്രേ ഉള്ളൂ. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി ഫോർ വിച്ച് ടി ആൽഫ ഈസ് ഈക്വൽ ടു 0. ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് പറയാം. ഇപ്പം x minus y, x minus y. ഞാൻ R2 നിന്ന് R2ലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്തു. ടി ഓഫ് എക്സ് വൈ പറഞ്ഞാൽ x minus y, x minus y എന്ന് എടുത്തു. അപ്പോൾ ഈ
ടീന്റെ നൾ സ്പേസ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ഫോർ വിച്ച് ടി ഓഫ് എക്സ് വൈ എന്ന സാധനം 0 ആയിരിക്കണം. 0 മീൻസ് ഇത് R2 0 മീൻസ് 0 ആയിരിക്കണം. അതായത് ഏതൊക്കെ എക്സ് വൈ ആണ് ഈ എലിമെന്റിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നത് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ശരിക്ക് ടി എഫ് എക്സ് വൈ എന്താ? ഇതാണ് ടി എഫ് എക്സ് വൈ, എക്സ് മൈനസ് വൈ, എക്സ് മൈനസ് വൈ. അപ്പൊ ടി എഫ് എക്സ് വൈ 0 ആകുന്ന മീനിങ് എന്താ? എക്സ് മൈനസ് വൈ ഈ വെക്ടർ 0 ആവണം. അപ്പൊ ഇത് 0 ആണെന്ന് മീനിങ് എന്താ? എക്സ് മൈനസ് വൈ 0, അതായത് എക്സ് ഈക്വൽ ടു വൈ ആണ്. അതായത് നിങ്ങൾ ടി ഓഫ് അതായത് നിങ്ങൾ ടി ഓഫ് 1 1 എടുത്താൽ എന്താ വരിക? നമുക്ക് 1 1 ടി ഓഫ് 1 1 എടുത്താൽ എന്താ വരിക? 1 മൈനസ് 1 0, 1 മൈനസ് 1 0, ശരിയല്ലേ? ഇനി നിങ്ങൾ ടി ഓഫ് 2 2 എടുത്തു നോക്കൂ ഇതേ ഫംഗ്ഷനിൽ. 2 മൈനസ് 2 അത് എക്സ് 2 വൈ 2, അപ്പൊ 2 മൈനസ് 2 2 മൈനസ് 2, അപ്പൊ എന്താ വീണ്ടും 0 ആയി. അപ്പൊ 1 1 നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്, 2 2 നൾ സ്പേസ് ഓഫ് ടിയിലുണ്ട്. മനസ്സിലായോ? പറഞ്ഞാൽ മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ എല്ലാ എലിമെന്റ്സും ഇപ്പം -50 -50 അല്ലെങ്കിൽ 100 100 അല്ലെങ്കിൽ 35/3 35/3 ഇങ്ങനത്തെ ഏത് വെക്ടേഴ്സ് എടുത്താലും നൾ സ്പേസിലുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കളക്ഷൻ, ആ എലിമെന്റ്സിന്റെ കളക്ഷനാണ് നമ്മൾ നൾ സ്പേസ് ഓഫ് ടി എന്ന് വിളിക്കുക. ടീന്റെ നൾ സ്പേസ് എന്ന് വിളിക്കുന്നത്. അതായത് 0ലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്ന എല്ലാ ആൽഫാസിന്റെയും കളക്ഷനാണ് നമ്മൾ നൾ സ്പേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഈ രണ്ട് സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. ഇത് വെച്ചിട്ടാണ് ഒരുപാട് കോൺസെപ്റ്റ്സ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ കാണുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ പഠിക്കുക, എന്നിട്ട് പിന്നീട് ഒരുപാട് റിസൾട്ട്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, നല്ലോണം ഉപയോഗിക്കുന്നുണ്ട്. റേഞ്ച് ഓഫ് ടി, നൾ സ്പേസ് ഓഫ് ടി, നള്ളിറ്റി, റാങ്ക് എല്ലാം ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ട്, സമയം കുഴപ്പമില്ലല്ലോ അല്ലേ? ഇത് ഫിനിഷ് ചെയ്യല്ലോ നമുക്ക്? അടുത്ത ക്ലാസ് എടുക്കണം. ഇല്ലല്ല ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമുക്കിത് എന്താ കാണിക്കേണ്ടത്? ഇത് സബ് സ്പേസ് ആണ് കാണിക്കണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ രണ്ട് എലിമെന്റ്സ് ഈ സ്പേസിൽ എടുക്കുന്നു. ആൽഫ 1 ആൽഫ 2 ബിലോങ്സ് ടു, ഇത് നമുക്ക് കാര്യം ചെയ്യാം, n എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൽഫ 1 ആൽഫ 2 ഞാൻ n എന്ന് എടുത്തു. അതിൽ എന്താ കാണിക്കേണ്ടത്? സി ആൽഫ 1 പ്ലസ് സി ആൽഫ 2 എവിടെ ഉണ്ടെന്ന് കാണിക്കണം? n തന്നെ ഉണ്ടെന്ന് കാണിക്കണം. സോറി, സി ആൽഫ 1 പ്ലസ് ആൽഫ 2 അല്ലേ? ഈ സ്പേസിന് രണ്ട് എലിമെന്റ്സ് എടുത്തിട്ട് ആ എലിമെന്റ്സിന്റെ സി കോമ്പിനേഷൻ സി ആൽഫ പ്ലസ് 1 സി ആൽഫ 1 പ്ലസ് ആൽഫ 2 സെയിം സ്പേസിൽ ഉണ്ടെന്ന് കാണിച്ചാൽ നമുക്ക് പറയാം സബ് സ്പേസ് ഓഫ് വി എന്ന് പറയാൻ പറ്റും. അപ്പം ആൽഫ 1 ആൽഫ 2 എന്നിലുണ്ട് പ്രത്യേക ആൽഫ 1 ആൽഫ 2 പ്രത്യേകത എന്താ? ടി ആൽഫ 1 0 ആയിരിക്കും, ടി ആൽഫ 2 0 ആയിരിക്കും അല്ലേ? ആൽഫ 1 ആൽഫ 2 നൾ സ്പേസിലുണ്ട്. നൾ സ്പേസിൽ എലിമെന്റ്സിന്റെ പ്രത്യേകത എന്താ? ടി ആൽഫ നൾ സ്പേസിൽ ഉണ്ടെങ്കിൽ ടി ആൽഫ 0 ആയിരിക്കും. അപ്പൊ ആൽഫ 1 നൾ സ്പേസിൽ ഉണ്ടെങ്കിൽ ടി ആൽഫ 1 0 ആയിരിക്കും, ആൽഫ 2 നൾ സ്പേസിൽ ഉണ്ടെങ്കിൽ ടി ആൽഫ 2 0 ആയിരിക്കും. ഇനി നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇനി നമ്മൾ ടി ഓഫ് സി ആൽഫ 1 പ്ലസ് ആൽഫ 2 കാണാണ്. ഇത് ശരിക്കും ലിയർ കോമ്പിനേഷൻ, ടി ഒരു ലിയർ ട്രാൻസ്ഫോർമേഷൻ ആയപ്പോൾ നമുക്ക് ഇതിനെ ടി ഇൻറ്റു സി ഇൻറ്റു ടി ആൽഫ 1 പ്ലസ് ടി ആൽഫ 2 എഴുതാൻ പറ്റും. ഇനി ടി ആൽഫ 1 0 ആണ്, അപ്പൊ സി ഇൻറ്റു 0 പ്ലസ് ടി ആൽഫ 2 0 ആണ്, അതും 0 കിട്ടും. ഈക്വൽ ടു എന്താ വരിക? 0 തന്നെ കിട്ടും. അതിന് മീനിങ് എന്താ? ടി ഓഫ് ദിസ് വെക്ടറും 0 ആണ്. അതിന് മീനിങ് എന്താ? ഈ വെക്ടറും എവിടെ ഉണ്ട്? n തന്നെ ഉണ്ട്. അതായത് നമ്മൾ ആൽഫ 1 ആൽഫ 2 n എടുത്തു, നമ്മൾ കാണിച്ചു സി ആൽഫ 1 പ്ലസ് ആൽഫ 2 n തന്നെ ഉണ്ടെന്ന് കാണിച്ചു. അപ്പൊ എന്തായി? ഈ സ്പേസ് നൾ സ്പേസ് ഓഫ് ടി സബ് സ്പേസ് ഓഫ് വി ആയി. നൾ സ്പേസ് വിയുടെ സബ് സ്പേസ് ആണ് വരിക. സെറ്റ് ഓഫ് ഓൾ ആൽഫ ഇൻ വി ആണ്, ഫോർ വിച്ച് ടി ആൽഫ ബിലോങ്സ് ടു 0. മറ്റേ കേസിൽ വന്നത് നമ്മൾ റേഞ്ച് ഓഫ് ടി ഉണ്ടെങ്കിൽ വേറെ സെറ്റ് ഓഫ് ഓൾ വി ബിലോങ്സ് ടു ഡബ്ല്യു, ഇത് സ്പേസ് ആണ്. അപ്പൊ അത് റേഞ്ച് ഓഫ് അത് കോഡൊമൈൻ്റെ സബ് സ്പേസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നൾ സ്പേസും റേഞ്ചും ഓഫ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ടൈം ബീങ് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, അപ്പൊ നിങ്ങളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. എനിക്ക് അതിലെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചൊരു ടൈറ്റായി വരും കാര്യങ്ങളൊക്കെ. പക്ഷെ സംശയങ്ങൾ ചോദിക്കുക. ഈ ക്ലാസ് ഒന്നുകൂടി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും ഒന്നുകൂടി നിങ്ങളൊന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഒന്ന് ക്ലിയർ ആവും. അപ്പൊ ഈ ക്ലാസ് നോക്കി നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, അപ്പൊ നിങ്ങൾക്ക് നോക്കി നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയാൽ നമുക്ക് ഞാൻ എഴുതുന്ന എക്സാമ്പിൾസ് ഞാൻ ഒരു ഫയൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിലാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ്. അപ്പം ഈ എക്സാമ്പിൾസ് വരുന്ന ഫയലൊന്നും ഞാൻ അതിൽ സേവ് ആവുന്നില്ല.
ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഫയൽ മാത്രം. അപ്പോൾ അതിൽ ഈ എക്സാമ്പിൾസ് ഇത്ര റൈറ്റിംഗ് ഒന്നും വരുന്നില്ല. നിങ്ങൾ ഈ ക്ലാസ് നോക്കി നിങ്ങൾ ജസ്റ്റ് നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പം ഇവിടെ അപ്പം ഓക്കെ. അപ്പോൾ റേഞ്ച് ഓഫ് ടി ആൻഡ് നൾ സ്പേസ് ഓഫ് ടി പറഞ്ഞാൽ ഇതാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാണാത്തവരെ ക്ലാസ് ഒക്കെ കാണുക, എന്നിട്ട് എക്സാം ഞാൻ 2 ദിവസത്തിൽ നടത്തും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ സർ. ഓക്കെ. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാമെന്ന്. ഓക്കെ, താങ്ക് യു.